അപ്പോൾ സാറത് വിനോദ് താനിവിടെ വരൂ, താൻ ആ പശുക്കുട്ടി പിടിക്കുന്നു. എല്ലാ വെറ്ററിനറിയൻസും അങ്ങനെയായി മാറി. പിഴുതെടുത്തിട്ട് അതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ കുത്തുകയാണ് ഡോക്ടർ ഇനി കശക്കാനായിട്ട്. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു അനുഭവസമ്പന്നനായ വെറ്ററിനറിയൻ മാത്രമല്ല, കേരളത്തിലെ പെറ്റ് മെഡിസിനിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ക്ലിനിക്കൽ ഇന്നോവേറ്ററാണ്. ഡോക്ടർ വിനോദ് കുമാർ തിരുവനന്തപുരം സ്വദേശി, 30 വർഷത്തോളം അനുഭവ സമ്പത്തുള്ള സീനിയർ വെറ്ററിനറിയനും ബ്ലഡ് ക്ലിനീഷ്യനുമാണ്. മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ നിന്ന് 1995 ബിരുദം നേടിയ അദ്ദേഹം ലക്ഷക്കണക്കിന് നായ പൂച്ച കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി നായ്ക്കളിലും പൂച്ചകളിലും ബാധിക്കുന്ന ക്യാൻസറുകൾ കണ്ടെത്താൻ FNAC എന്ന പരിശോധനാ രീതി പ്രാഥമിക ഡയഗ്നോസിസ് ടൂളായി സ്വീകരിച്ച ഡോക്ടറാണ് അദ്ദേഹം. ഇതിലൂടെ നിരവധി സോഫ്റ്റ് ടിഷ്യൂ ബ്ലഡ് ക്യാൻസറുകൾ നേരത്തെ തിരിച്ചറിയാൻ സാധിച്ചു. അതുപോലെ നായ്ക്കളിൽ റെസ്പിരിഡോൺ എന്ന മരുന്ന് ഓറൽ ട്രാങ്കുലൈസറായി ഉപയോഗിച്ച കേരളത്തിലെ ആദ്യ വെറ്ററിനറിയനാണ് ഡോക്ടർ വിനോദ് കുമാർ. കൂടാതെ ടിക് ഫീവറിനെതിരായ ഓക്സി ടെട്രാസൈക്ലിൻ ഡെക്സാമെത്തസോൺ ഇഞ്ചക്ഷൻ കോമ്പിനേഷൻ പ്രോട്ടോകോൾ അദ്ദേഹം രൂപകൽപ്പന ചെയ്തതും ഇന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതുമാണ്. ഇന്ത്യക്കകത്തും പുറത്തുമായി വെറ്ററിനറിയന്മാരെ പരിശീലിപ്പിച്ച ഒരു പ്രഗത്ഭ അധ്യാപകനുമാണ് അദ്ദേഹം. ഡോക്ടറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് പട്ടിയും പൂച്ചയും ഒരു മൃഗ ഡോക്ടറും. അതിൽ ഞാൻ വായിച്ചപ്പം എനിക്ക് ക്യൂരിയസ് ആയിട്ട് തോന്നുന്നത് തിരുവനന്തപുരത്തിൻ്റെ പല കാലഘട്ടങ്ങളെ പറ്റി സാറ് സംസാരിക്കുന്നുണ്ട്. സാർ അപ്പോൾ ആ ഒരു കാലഘട്ടം, സാറിൻ്റെ ആ പഴയ കുട്ടിക്കാലം, സാർ എങ്ങനെയാണ് വെറ്ററിനറിയനായിട്ട് ജോലിയിൽ പ്രവേശിച്ചത്, അതൊന്ന് പറയാൻ പറ്റുമോ? വാസ്തവത്തിൽ ഒരു വെറ്ററിനറിയൻ ആവണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല എന്ന് വേണേൽ പറയാം. ചിന്തിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം തീരെ കൊച്ചായിരിക്കുമ്പോഴത്തേക്ക് ഒരു വെറ്ററിനറി ഡോക്ടർ എന്നുള്ളത് മനസ്സിൽ കൂടെ പോകുന്നില്ല. ശരിക്കും എല്ലാ കുട്ടികളെയും പോലെ തന്നെ ഒരു 8ാം ക്ലാസ് ആയപ്പോഴത്തേക്കാണ് എവിടെയെങ്കിലുമൊക്കെ എത്തണം, എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ള ആഗ്രഹം വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നല്ല പഠിക്കുന്ന ആളും കൂടെയാണ്. അപ്പോൾ എനിക്ക് അപ്പോഴത്തേക്ക് MBBS അത് മനസ്സിൽ പതുക്കെ കയറി. ഇപ്പം ന്യായമായിട്ട് എല്ലാ കുട്ടികളും, എനിക്ക് ബയോളജി വളരെ ഇഷ്ടമാണ്. അപ്പോൾ MBBS എന്നുള്ളത് മനസ്സിൽ അന്നേ കയറി. അപ്പം ഞാൻ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞ്, അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് ഇഷ്ടമായി. അങ്ങനെ അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. എൻ്റെ ഓർമ്മ വെച്ച കാലം പോലെ അറിയാമല്ലോ, ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നതാണ്. ഉള്ളൂരാണ് എൻ്റെ വീട്. ഉള്ളൂർ ജംഗ്ഷന് തൊട്ടടുത്താണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. അപ്പം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന കോളേജ് ബസ് എല്ലാ ദിവസവും കാണും. എൻ്റെ വീട്ടിന് നേരെ ഓപ്പോസിറ്റ് ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, ഒരു ലേഡിയായിരുന്നു. പുള്ളിക്കാരി അവിടെ ബസ് കാത്ത് നിൽക്കുന്നത് കാണാം. അപ്പോൾ ആ മെഡിക്കൽ കോളേജിൻ്റെ പഴയ കറുത്ത ബസ്സുണ്ട്, ആ ബസ് വന്ന് നിൽക്കുന്നത് കാണാം, പുള്ളിക്കാരി കയറി പോകുന്നത് കാണാം. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ അമ്മയോട് ചോദിച്ചു, ഇവരെന്ത് ചെയ്യണം അമ്മ, അവരിവിടെ പോകുന്നതൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞ് അവർ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻ്റാണ്, അവരാണ് പഠിച്ച് ഡോക്ടറാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് MBBS പോകണമെന്നുള്ളൊരു ആഗ്രഹം വന്നത്. അപ്പം ന്യായമായിട്ടും അച്ഛനും അമ്മയെന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വലിയ ഗ്രാഹ്യമില്ലാത്തവരാണ്. അച്ഛൻ MA ഹിസ്റ്ററിയാണ്. അപ്പം അവർക്കൊന്നും പക്ഷേ ഇതിൻ്റെ ഒന്നും വലിയ ഗ്രാഹ്യമില്ല. എന്നാലും മോൻ ഡോക്ടറായി കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. വീട്ടിൽ തൊട്ടടുത്താണ്, ഒരു കിലോമീറ്റർ കഷ്ടിയുള്ളൂ മെഡിക്കൽ കോളേജ്. 1 കിലോമീറ്ററേ ഉള്ളൂ. 1 കിലോമീറ്റർ ഉള്ളൂ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ ആഗ്രഹമൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് നല്ലതാണ്, മോൻ ഡോക്ടറായി കാണാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞ് നല്ലതാണ്. അമ്മ പറഞ്ഞ് അവൻ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നടന്നാൽ പോരെ, ആരും സൈക്കിൾ വാങ്ങിച്ചു കൊടുത്താൽ അവന് സൈക്കിളിൽ പോകാനല്ലേ ഉള്ളൂ, വളരെ ഈസിയല്ലേ, 1 കിലോമീറ്ററല്ലേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയം ഇവിടെ ഒന്ന് ഊണ് കഴിച്ചിട്ട് പിന്നെ തിരിച്ചു പോകാം. അപ്പോഴത്തേക്കും മനസ്സിൽ ഞാനിങ്ങനെ പാകപ്പെടുത്തി MBBS. പിന്നെ ഞാൻ അവസാനം പറഞ്ഞ് അവരെല്ലാം കൂടെ ചേർന്ന് എന്നെ ഒരു MBBS ഗ്രാജുവേറ്റ് ആക്കി. അതേ പറഞ്ഞു മുമ്പേ തന്നെ ഇതൊക്കെ 8ാം ക്ലാസ്സിലാവുമ്പോൾ തന്നെ ഞാൻ MBBS കാരനായി കഴിഞ്ഞ്.
അപ്പോൾ ശരിക്കും പറയാൻ വേറെ എല്ലാം മനസ്സിൽ നിന്ന് പോയി, വേറെ ഒന്നും മനസ്സിലില്ല. പിന്നെ വെറ്ററിനറിയനാവുക എന്നുള്ളത് മനസ്സിലില്ലാത്തതിൻ്റെ ഒരു കാരണം അന്ന് ഇത് മുളച്ച് പൊന്തി ഇതൊരു ആശയമായിട്ട് മനസ്സിൽ അങ്ങ് സ്ഥാപിക്കപ്പെട്ട് MBBS. ഓക്കെ, അത് കാരണം. എന്നാൽ മൃഗങ്ങളോട് സ്നേഹമില്ലായ്മയൊന്നും ഇല്ല. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ വീട്ടിൽ പട്ടിക്കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്, പൂച്ചക്കുട്ടികളുണ്ട്, പൂച്ചകളുണ്ട്, കോഴിയുണ്ട്, കുയിലുണ്ട്, പിന്നെ താറാവ്, ഇതിനെയൊക്കെ എപ്പോഴും വീട്ടിൽ എല്ലാ ജീവികളും. പണ്ടത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, ആ പശുക്കൾ ഇഷ്ടംമാതിരി അതെ, എല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാം ഉണ്ട് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് മൃഗങ്ങളോടുള്ള വലിയ സ്നേഹം മനസ്സിലുണ്ട്. പക്ഷേ വെറ്ററി ഡോക്ടർ ആവുക എന്നുള്ളത് മനസ്സിലേ ഇല്ല. അങ്ങനെ 8ാം ക്ലാസ് കഴിഞ്ഞു, 9ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് MBBS എന്ന ആ ഒരു പ്രൊഫഷനോട് ഞാൻ കൂടുതലെടുത്ത്. 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. പിന്നെ അത് കിട്ടാൻ വേണ്ടി മാത്രം സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ അച്ഛൻ സൈക്കിളൊക്കെ വാങ്ങിച്ചു തന്നു. അച്ഛൻ പറഞ്ഞ വാക്ക് പാലിച്ച് സൈക്കിളൊക്കെ വാങ്ങിച്ചു തന്നു. പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് തന്നെ എടുത്തു. അത് അന്ന് കാലത്ത് +1 +2 അല്ലല്ലോ സാർ, പ്രീ ഡിഗ്രിൻ്റെ കാലത്ത്. പ്രീ ഡിഗ്രി. അപ്പോൾ അത് മാത്സ് ഒരു ഗ്രൂപ്പും പിന്നെ ബയോളജി അല്ലേ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഫിസിക്സും കെമിസ്ട്രിയും. സെക്കൻഡ് ഗ്രൂപ്പ് സുവോളജിയും ബോട്ടണിയാണ്. പ്ലസ് നമുക്കൊരു നിർബന്ധമായിട്ടും ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിരിക്കണം, മാത്തമാറ്റിക്സ് ഇല്ല. അപ്പോൾ തേർഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആർട്സ് ആണ്, ഹ്യൂമാനിറ്റീസ്. ഇന്നതൊക്കെ ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. അതെ, ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് എന്നൊക്കെ പറയുന്നത്. പണ്ട് ആർട്സ് ആണ് അല്ലേ? ആർട്സ്. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ അച്ഛൻ പഠിച്ച അതേ കോളേജിൽ തന്നെ ഞാനും പഠിച്ചു, ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജ്. പ്രീ ഡിഗ്രിക്ക് ചേർന്ന് മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ, MBBS ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അതിനു വേണ്ടി പാരലായിട്ട് ഇതിനും പോയി, കോച്ചിങ്ങിനും. അവർ കോളേജ് എന്ന് പറഞ്ഞ ഒരു കോളേജ് പണ്ടത്തെ ഞാനൊക്കെ 10ൊക്കെ ആവുന്ന സമയത്ത് അവർ കോളേജ് ഞാൻ കേട്ടിട്ടുണ്ട്. പല ആൾക്കാരിൻ്റെ കസിൻസൊക്കെ അവിടെ തിരുവനന്തപുരത്ത് അവർ കോളേജിൽ പോയിട്ട് കോച്ചിങ് തരുന്നുണ്ട്. അത് അന്നത്തെ MBBSൻ്റെ നമ്പർ 1 കോച്ചിങ് സെൻ്റർ ആയിരുന്നു അവർ കോളേജ്, എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ വളരെ പാവപ്പെട്ട ഒരാളാണ്, ഒരു സർക്കാർ സർവീസിലൊരു ക്ലർക്കാണ്. അപ്പോൾ എന്നെ പഠിക്കാൻ വിട്ടു അവർ കോളേജ്. അപ്പം അച്ഛൻ്റെ മനസ്സിൽ മോൻ ഡോക്ടർ ആവണമെന്ന് തന്നെയാണ്. അങ്ങനെ പഠിക്കാനൊക്കെ വിട്ടു. അവർ കോളേജ് ക്ലാസ്സിൽ വല്ലതും ഞാൻ കയറുമോ? അന്നെന്ന് പറഞ്ഞാൽ ഈ 10ാം ക്ലാസ് വരെ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ശൈലി പഠിക്കാൻ വേണ്ടി മാത്രം ജനിച്ച കുട്ടികളെന്നാണ് അവിടെ അറിയപ്പെടുന്നത്. കാരണം വിദ്യാഭ്യാസത്തിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. എപ്പോഴും അമ്മ അച്ഛനും പഠിച്ചില്ലെങ്കിൽ അടി. 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രങ്ങളായി മാറിക്കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് ഏറ്റവും സന്തോഷവും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുമ്പോട്ട് പോയി. അപ്പം ഇത് മാത്രമേ മനസ്സിലുള്ളൂ, പഠിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്നുള്ളൊരു ബോധം. ആ ബോധം എപ്പോഴും ഉണ്ട്. അപ്പം അടി കിട്ടാതിരിക്കാൻ വേണ്ടി പഠിച്ച് എല്ലാവരും പഠിപ്പിസ്റ്റായി മാറും. പൊതുവെ തിരുവനന്തപുരത്തുകാർക്ക് അന്ന് പഠിപ്പിസ്റ്റ് അല്ലാത്ത ആരും ഇല്ല. എല്ലാം അന്ന്. അതുകൊണ്ടാണ് പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസ് അച്ഛനമ്മമാർക്ക് കൃത്യമായിട്ട് അറിയാം. അത് പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു നിർബന്ധമാണ് അല്ലേ? നിർബന്ധമാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് അന്നക്കാലത്തൊക്കെ റാങ്കുകളെല്ലാം തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പോൾ SSLC എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10 റാങ്കും തിരുവനന്തപുരംകാരാണ്. പ്രീ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 10-15 റാങ്ക് തിരുവനന്തപുരം. ഡിഗ്രി എടുത്താലും ഏത് എൻട്രൻസ് എടുത്താലും ഏത് മത്സര പരീക്ഷ എടുത്താലും എന്തിനും തിരുവനന്തപുരംകാരാണ് ഏറ്റവും മുമ്പിൽ നിന്നിരുന്നത്. ഇന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇതാണ് അതിൻ്റെ കാര്യം, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. പഠിക്കാൻ വേണ്ടി മാത്രം ജനിച്ച വർഗ്ഗങ്ങളായിട്ടാണ് അന്നത്തെ കുട്ടികളെ അന്ന് തിരുവനന്തപുരംകാർ കണ്ടിരുന്നത്. അതിൽ പെട്ട ഒരാളാണ് ഞാനും. അപ്പോൾ ഏതായാലും അങ്ങനെ മുമ്പോട്ട് പോയി. അവസാനം പ്രീ ഡിഗ്രി 1ാം വർഷം പ്രീ ഡിഗ്രിയായി. 2ാം വർഷം പ്രീ ഡിഗ്രി ആയപ്പോഴത്തേക്ക് കാര്യങ്ങൾ പിന്നെയും കടുത്ത്. പിന്നെ ഭയങ്കര സീരിയസ് ആയി, ഫുൾ ടൈം പഠിത്തമായി. വേറെ പരിപാടികളൊന്നുമില്ല, പാട്ട് പാടുമായിരുന്നു. അതാണ് ആകെ ഉള്ള. എൻ്റെ ഗായകനാണ്, ഇപ്പോഴും ഗായകനാണ്. അതാണ് ആകെ ഉള്ള ഒരു വിനോദം. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻട്രൻസ് എഴുതിയപ്പോഴത്തേക്ക് ഇതാ കിടക്കുന്നു. MBBS കിട്ടിയില്ല. അതിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. MBBS ആദ്യമായിട്ട് കിട്ടാതിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ജീവിതം അവിടെ തുലഞ്ഞെന്നാണ് വിചാരിച്ചത്. ജീവിതം പോയി. MBBS കിട്ടിയില്ലല്ലോ, ഇനി എന്നെ എന്തിനു കൊള്ളാം, തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. അപ്പം റിസൾട്ട് അറിഞ്ഞിട്ട് അന്ന് തൂങ്ങാൻ വിചാരിച്ചു. അപ്പോൾ അന്ന് തൂങ്ങിച്ചാവാൻ എല്ലാം ഏർപ്പാടൊക്കെ മനസ്സുകൊണ്ട് അങ്ങനെ അത് ശരിയാക്കി, മനസ്സിനെ പാകപ്പെടുത്തി അന്ന് തന്നെ ചാവണം. കാരണം വെച്ചാൽ പിറ്റേന്നായി കഴിഞ്ഞാൽ മനസ്സ് മാറിപ്പോവും. അങ്ങനെയായി. പക്ഷേ ഇത് അച്ഛനമ്മമാർക്കൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും എൻ്റെ അച്ഛനമ്മമാർക്കൊന്നും അറിഞ്ഞൂടാ. അത് ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും തോന്നിച്ചാൽ. കാരണം പണ്ടത്തെ അങ്ങനെയാണല്ലോ. ഞാനൊക്കെ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് പോകുമ്പോൾ നമുക്ക് അത് വിചാരിച്ച റാങ്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുക ഇനിയിപ്പോൾ വീട്ടിലേക്ക് എങ്ങനെ പോകും. അതാണ് ചോദ്യം. അതിനടുത്ത് പറയണ്ടേ, അത് പേടികൊണ്ട് പറയാൻ പറ്റില്ല. ഇനി എങ്ങനെ ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കും. അതായത്
അങ്ങനെ അച്ഛൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അച്ഛൻ പിന്നെ ഒരു രാഷ്ട്രീയക്കാരനാണ്. അച്ഛൻ്റെ പ്രവർത്തനം എല്ലാം കഴിഞ്ഞ് അച്ഛൻ രാത്രി 10 മണിയൊക്കെ ആകും വരുമ്പോഴത്തേക്ക്. അപ്പം അന്ന് ഉറങ്ങാതിരുന്ന അച്ഛൻ രാത്രി വന്നിട്ട് പറഞ്ഞ്, വെറ്റിനറിയാണ് കിട്ടിയതല്ലേ, മോൻ വിഷമിക്കണ്ട, നമുക്ക് വെറ്റിനറി മതി. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ അതിനല്ലല്ലോ അച്ഛൻ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത്. വെറ്റിനറി നല്ല വിഷയമാണ്, നീ വിചാരിക്കുന്നവരല്ല. എനിക്ക് മറ്റേ വേറൊരു അങ്കിളുണ്ട്, അദ്ദേഹം കണ്ടില്ലേ ഇപ്പം ഡയറക്ടറാണ്, ആ ലെവലിലെത്തിയില്ലേ. എന്ന് പറഞ്ഞാൽ നീയും വെറ്റിനറി ഡോക്ടർ ആവണം, ഡിപ്പാർട്ട്മെൻറ്റിൽ കയറണം, ഗവൺമെൻറ് സർവീസിൽ കയറണം. കാരണം അവരെല്ലാം ട്രിവാൻഡ്രംകാർ പൊതുവേ ഗവൺമെൻറ് സർവീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിതം. അത് ഞാൻ അച്ഛനൊക്കെ മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും സർക്കാർ ജീവനവും ഉപജീവനമായിട്ട് ബിസിനസ്സൊന്നും അല്ല. കൂടുതലാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക, എത്രയും പെട്ടെന്ന് പഠിച്ച് ഒരു ഡിഗ്രി എടുക്കുക, ഗവൺമെൻറ് സർവീസിൽ കയറുക. അപ്പം എൻ്റെതും അത് തന്നെ അച്ഛൻ പറഞ്ഞത്, എത്രയും പഠിക്കുക, നീ ഡിഗ്രി എടുത്തിട്ട് വന്ന ഉടനെ കേരള മൃഗസംരക്ഷണ വകുപ്പിൽ കയറണം. കയറിയിട്ട് നിനക്ക് പടിപടിയായിട്ട് ഈ പ്രായത്തിൽ ചെറുപ്രായത്തിലല്ലേ കയറുന്നത്, വലിയ പൊസിഷനിൽ എത്താൻ പറ്റും നിനക്ക്. അതാണ് അച്ഛൻ കണ്ട കാഴ്ചപ്പാടുകൾ. എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞതനുസരിച്ച് അച്ഛനൊക്കെ ഞാൻ അവസാനം പറഞ്ഞു, അച്ഛൻ ഒരിക്കൽ കൂടെ എഴുതിക്കോട്ടെ, എഴുതി ഉറപ്പായിട്ട് കിട്ടും. കാരണം ഞാൻ സീരിയസ്നെസ് ഒട്ടും കൈവിടാതെ ഒന്നുകൂടെ പഠിച്ചാൽ കിട്ടും, എനിക്ക് MBBS കിട്ടും. എനിക്ക് എന്നിൽ കോൺഫിഡൻസ് ഉണ്ട്. നിർഭാഗ്യവശാൽ അന്നത്തെ നിർഭാഗ്യം കൊണ്ട് ഇങ്ങനെ ആയി പോയിന്നേ ഉള്ളൂ. മനസ്സിലായി. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, നിനക്ക് താഴെ ഇനിയുണ്ട് 3-4 പേര്, നിന്നെ പഠിപ്പിക്കാൻ തന്നെ ഞാൻ കുറേ കാശ് ചിലവാക്കി, അച്ഛനെ ഇനി ബുദ്ധിമുട്ടിക്കരുത് മോനെ. അങ്ങനെ പറഞ്ഞു. ഇപ്പം തന്നെ ആകെ അടിത്തറയിളകിയിരിക്കുന്നു, മോൻ പോയി ചേര്. അങ്ങനെ പിന്നെ അപ്പം നല്ലൊരു മകൻ, മനസ്സിലാക്കുന്ന ഒരു മകൻ എന്ന രീതിയിൽ ഞാൻ പോയി വെറ്റിനറി കോളേജിൽ പോയി ജോയിൻ ചെയ്തു. അച്ഛൻ എന്നെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. വെറ്റിനറി കോളേജ് ചെന്നപ്പോഴത്തേക്ക് അതൊരു മായാലോകം തന്നെയായിരുന്നു. സാർ എവിടെയാണ് വെറ്റിനറി കോളേജ് ആ കാലത്ത്? അന്ന് 1987 87 നവംബറിലാണ് ഞാൻ വെറ്റിനറി കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. വെറ്റിനറി കോളേജ് അന്ന് ഒന്നേ ഉള്ളൂ, തൃശ്ശൂർ മണ്ണുത്തി വെറ്റിനറി കോളേജ്. ഇപ്പോഴും ഇല്ലേ അതവിടെ? ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒന്നും കൂടി മറ്റേ വയനാടും ഉണ്ട് അല്ലേ? വയനാട് പൂക്കോട് ഒരു കോളേജും കൂടെ 2004 തുടങ്ങി. 2 വെറ്റിനറി കോളേജുകൾ ഇപ്പോൾ ഉണ്ട്. അന്ന് ഞങ്ങളുടെ വെറ്റിനറി കോളേജ്, മണ്ണുത്തി വെറ്റിനറി കോളേജ് കാർഷിക സർവകലാശാലയുടെ കീഴിലായിരുന്നു. ഇന്നത് വെറ്റിനറി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, അതിൻ്റെ കീഴിലാണ് 2 കോളേജുകളും. അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അന്ന് ഞങ്ങളുടെ വെറ്റിനറി കോളേജ് തൃശ്ശൂരിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ, പാലക്കാട്ടോട്ട് പോയി കഴിഞ്ഞാൽ മണ്ണുത്തി എത്തും. ഈ മണ്ണുത്തിയെ പറ്റിയൊക്കെ ഞാൻ വളരെ ശാന്തസുന്ദരമായ ഗ്രാമമെന്നും ആ ഗ്രാമത്തിൻ്റെ ഭംഗികളൊക്കെ വിവരിച്ചുകൊണ്ടാണ് എൻ്റെ പുസ്തകത്തിൽ ഞാൻ കുറേ പറയുന്നുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു 5-10 കൊല്ലം മുമ്പേ എൻ്റെ ഒരു നായനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മണ്ണുത്തി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അത് ഇപ്പം സിറ്റിയൊക്കെ ആയിപ്പോയെങ്കിലും ആ ക്യാമ്പസിനൊരു ഭംഗിയുണ്ട് ഇപ്പോഴും. അതൊരു ഭംഗിയുള്ള ക്യാമ്പസാണ്, മരങ്ങളും ഇതൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു അതിമനോഹര ക്യാമ്പസാണ്. അന്നിങ്ങനൊന്നുമില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് മരങ്ങളൊന്നും ഇന്നില്ല ശരിക്കും. അന്നൊക്കെ 537 ഹെക്ടറാണ്, 537 ഹെക്ടേഴ്സാണ് മണ്ണുത്തി വെറ്റിനറി കോളേജ് ആ ക്യാമ്പസ്. ആ ക്യാമ്പസിൻ്റെ അകത്ത് ഒരുപാട് പൂമരങ്ങളുണ്ട്. ഈ ഓരോ പൂമരത്തിനും ഓരോ കഥ പറയാനുണ്ട്. അത്ര മനോഹരമായ പൂമരങ്ങൾ, ചുമപ്പും മഞ്ഞയും പൂക്കളൊക്കെ ഉള്ള പല പല പൂമരങ്ങൾ. ഈ പൂക്കാലം ഈ ഡിസംബർ ജനുവരി മാസമൊക്കെ ആകുമ്പോൾ ഇലവഴിയും കാലമാവും. അത് കഴിയുമ്പോഴത്തേക്കോട്ട് പൂക്കാലവും കൂടെ വരും. എന്തൊരു ഭംഗി എന്നറിയോ ക്യാമ്പസ്, അത്ര വന്യ ഭംഗിയാണിത്. വല്ലാത്ത ക്യാമ്പസാണ് ഒരിക്കലും. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ക്യാമ്പസ് മറക്കാൻ പറ്റില്ല. വെറ്റിനറി കോളേജ് വെറ്റിനറി കോളേജ് ഇഷ്ടപ്പെടുന്നവർ, വെറ്റിനറി കോളേജിൽ പോയി ജോയിൻ ചെയ്തവർ ആദ്യം ഇഷ്ടപ്പെടുന്ന ക്യാമ്പസാണ്. അന്ന് റാഗിങ് എല്ലാം ഉണ്ടായിരുന്നു. റാഗിങ് ഉണ്ടല്ലേ? ഞാൻ വലിയ കൊടിയ പീഡനങ്ങൾക്ക് വിധേയനായതാണ്. അപ്പം അന്നൊക്കെ ആ റാഗ് ചെയ്ത സീനിയേഴ്സ് ഉണ്ട്, അവരുമായിട്ടൊക്കെ ഇപ്പോഴും നല്ല അടുപ്പം സുഹൃത്ബന്ധത്തിലാണ്, നല്ല സുഹൃത്തുക്കൾ. കുറേ പേരൊക്കെ മരിച്ചുപോയി. അവരുടെയൊക്കെ മരണം എന്നെ ഏറെ വേദനിപ്പിച്ച്. എത്രത്തോളം റാഗ് ചെയ്യുന്നു അത്രത്തോളം അവരുമായിട്ടുള്ള സൗഹാർദ്ദം പിന്നെ കൂടുക ചെയ്തു. അതുകൊണ്ട് തന്നെ റാഗിങ്ങിന് ഞാൻ അനുകൂലിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ റാഗിങ് എന്ന അർത്ഥത്തിലല്ല, ഒരു പരിധി വരെ അതുപോലുള്ള കാര്യങ്ങൾ വേണം. മാനസികമായിട്ട് നമ്മൾ മാനസികമായിട്ട് പക്വതപ്പെടാനായിട്ട്, നമ്മുടെ ഉള്ളിലെ നമ്മളെ തിരിച്ചറിയാനായിട്ട് ഈ സീനിയേഴ്സിൻ്റെ ഈ പരിചയപ്പെടുത്തൽ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ, സീനിയേഴ്സിൻ്റെ പരിചയപ്പെടുത്തൽ. നീ ആരാണെന്ന് നിന്നെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അതിന് റാഗിങ് എന്ന് പറയപ്പെടുന്ന ഈ സംഭവം കുറച്ച് ആവശ്യമാണ്. എന്നാൽ അതിൻ്റെ ആഭാസമല്ല ഞാൻ പറയുന്നത്. അതായത് റാഗിങ് നമ്മളെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുക അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ശാരീരികമായിട്ട് പീഡിപ്പിക്കരുത്, അതൊക്കെ ക്രിമിനൽ കുറ്റമല്ലേ. അതല്ല, ശാരീരികമായിട്ട് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും എനിക്കുന്നൊരു വിഷയമല്ല. ആ പീഡിപ്പിച്ചവരൊക്കെ ഇന്നെൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. നല്ല അതൊക്കെ ഓർക്കുമ്പോൾ എന്തൊരു സുഖകരമായ ആനന്ദകരമായിട്ടുള്ള എത്ര അനുഭൂതിയാണെന്നോ.
അതൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നീ ആരാണെന്ന് നീ സ്വയം അറിയണമെങ്കിൽ, കാരണം എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ അവിടെ വന്ന് കയറുന്നത്, നീ ആരാണെന്ന് നിന്നെ ആദ്യം തിരിച്ചറിയണം. നീ കാലെടുത്ത് വെച്ചിരിക്കുന്നത് ഒരു മഹത്തായ പ്രൊഫഷണൽ കോളേജിലാണ്. നാളെ നീ മിണ്ടാപ്രാണികളെ ചികിത്സിക്കാൻ പോവുക, സ്പീച്ച്ലെസ് ക്രിയേച്ചേഴ്സ്, അതിന് ചികിത്സിക്കാൻ പോവുകയാണ്. അപ്പം നിൻ്റെ മനസ്സ് വളരെ നിർമ്മലമാവണം, നിൻ്റെ മനസ്സ് അതേസമയം വളരെ കട്ടിയുള്ളതാവണം, നിൻ്റെ മനസ്സ് വളരെ ഏകാഗ്രമാവണം, നിൻ്റെ മനസ്സിന് ഒരുപാട് ധൈര്യം വരണം. മനസ്സിന് ധൈര്യം വേണം. ധൈര്യം ഇല്ലാതെ ഈ പ്രൊഫഷനിൽ നിൽക്കാൻ പറ്റില്ല. ഇതൊക്കെ തരുന്ന ഒരു കാര്യമാണ് ഈ ഒരു പരിചയപ്പെടുത്തൽ. റാഗിങ് എന്ന വാക്ക് ഞാൻ അവിടെ ഉപയോഗിക്കുന്നില്ല, മനഃപൂർവ്വം. സാറിന് ഈ പഠനകാലത്ത് എന്തെങ്കിലും ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? സാറിൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡൻറ്റ് കോളേജിൽ ഉണ്ടായിട്ടുണ്ടോ? എത്രയോ ഇൻസിഡൻസ്. ഇപ്പം എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് വെറ്ററിനറി കോളേജ് പഠിച്ചിരുന്നത്. അന്നൊക്കെ ഉള്ള അധ്യാപകർ, അവരൊക്കെ ഇപ്പോൾ പലരും മരിച്ചുപോയി, അതിപ്രഗത്ഭരായിരുന്നു. അവർ ഒരേ സമയം കോളേജിൽ അധ്യാപകരുമായിരുന്നു, അതേസമയം പ്രാക്ടീഷണേഴ്സും ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും പ്രാക്ടിക്കൽ പോയിന്റിൽ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് അവരുടെ ഓരോ വാക്കും ഞങ്ങൾ ശ്രവിച്ചിരുന്നു. ഒരു ഉദാഹരണത്തിന് ഗൈനക്കോളേജിലെ സുദർശനൻ സാറ്, ഈ സുദർശനൻ സാറ് പഠിപ്പിച്ച ഗൈനക്കോളേജിലെ സുദർശനൻ സാറ് പഠിപ്പിച്ച ആ ക്ലാസ് ഇന്നും എൻ്റെ ഓർമ്മയിൽ, എൻ്റെ എന്നല്ല, സത്യത്തിൽ ഇന്ന് ജോലി ചെയ്യുന്ന എല്ലാ വെറ്ററിനറിയൻസിൻ്റെയും, എൻ്റെ പ്രായമുള്ള എല്ലാ വെറ്ററിനറിയൻസിൻ്റെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ ക്ലാസ്സും. ടീച്ചിങ് ഈസ് ആൻ ആർട്ട്. ആ ആർട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഈ സുദർശന സാറ്. അതുപോലെ തന്നെ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ സുരേഷ് നായർ സാറ്. സുരേഷ് നായർ സാറിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കും. അതുപോലെ തന്നെ ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിർമ്മലൻ സാറ്, അവരെയൊന്നും ഇന്നത്തെ തലമുറ കണ്ടിട്ട് പോലും ഇല്ല. ഡോക്ടർ ജി നിർമ്മലൻ എവർ റോളിംഗ് ട്രോഫി എന്ന് പറഞ്ഞിപ്പോഴും കുട്ടികൾ കൊടുക്കുന്നുണ്ട്, ട്രോഫി കൊടുക്കുക. പക്ഷേ അത് ആരെന്ന് ആർക്കും അറിയില്ല. അത് ഞങ്ങളെ പഠിപ്പിച്ച അതിപ്രഗത്ഭനായിട്ടുള്ള ലോക പ്രശസ്തനായിട്ടുള്ള ഫിസിയോളജിസ്റ്റാണ് ഈ നിർമ്മലൻ സാറ്. വലിയ മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിപ്രഗത്ഭരുണ്ടായിരുന്ന ഒരു കാലത്താണ് ഞങ്ങൾ ചെന്ന് വീഴുന്നത് അവിടെ. അപ്പോൾ ഇവരുടെ ശിക്ഷണം കോളേജിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഞങ്ങൾക്കൊരു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് തുടങ്ങും. MBBSൻ്റെ അതേ സ്റ്റൈലിലാണ് വെറ്റിനറി, എല്ലാം അതേ സ്റ്റൈലിലാണ്. ആദ്യത്തെ 2 വർഷം അനാറ്റമി, ഫിസിയോളജി, അനുബന്ധ വിഷയങ്ങൾ, ഫാർമക്കോളജി. പിന്നെ 3-ാം വർഷം മുതൽ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യും. ഇത് തന്നെയാണ് MBBSലും BHMSലും BAMSലും ഒക്കെ. അവർക്കെല്ലാം പാഠ്യപദ്ധതി ഒരുപോലെയാണ്. ഞങ്ങൾക്ക് അന്ന് സെമസ്റ്റർ വൈസ് ആയിരുന്നു. 10 സെമസ്റ്റർ, 9 സെമസ്റ്റർ കോളേജിൽ, 1 സെമസ്റ്റർ ഇൻറ്റേൺഷിപ്പ്. ഇന്നത് മാറി. 4.5 വർഷം, ഇന്ന് ഇയർ വൈസാണ്. 4.5 വർഷം കോളേജിൽ, 1 വർഷം ഇൻറ്റേൺഷിപ്പുമാണ്. MBBSൻ്റെ അതേ ശൈലി തന്നെയാണ്. അന്നും ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നത് തന്നെയാണ്. അപ്പോൾ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ക്ലിനിക്സ് തുടങ്ങും. ക്ലിനിക്സ് തുടങ്ങുമ്പോഴത്തേക്കാണ് ശരിക്കും വളരെ ഇൻട്രസ്റ്റ് ആവുന്നത്. കാരണം പഠിച്ചത് അവിടെ അപ്ലൈ ചെയ്യുക. എവിടെയൊക്കെ ഏതൊക്കെ വിഷയങ്ങളിലൊക്കെ കേട്ട് പഠിച്ചതും വായിച്ച് പഠിച്ചതും ഒക്കെ അവിടെ നേരിട്ട് കാണുക. വൈറ്റമിൻ A ഡെഫിഷ്യൻസി ഇൻ കിഡ് തിയറി പഠിച്ചു. അവിടെ പോയിട്ട് നേരിട്ട് കാണുക. കിഡിൽ ഒരു ആട്ടുകുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത് വൈറ്റമിൻ A ഡെഫിഷ്യൻസി ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ക്ലാസിക്കലായിട്ട് അന്ന് പുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങളെല്ലാം, ആ ബ്ലൈൻഡ്നെസ്, കണ്ണിങ്ങനെ അങ്ങോട്ട് വെട്ടിക്കുന്നതും നടക്കാൻ പറ്റാത്തതും ഈ ജോയിൻ്റൊക്കെ സൊളനായിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണുക. അപ്പോൾ അതൊരു ഭയങ്കര ഒരു വലിയ അനുഭൂതിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ക്ലിനിക്സിൽ ഒരു പ്രൊഫസറുണ്ട്, എൻ്റെ ഏറ്റവും ആരാധ്യനായിട്ടുള്ള അലിക്കുട്ടി സാർ. അലിക്കുട്ടി സാറാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. ഞങ്ങളുടെ ക്ലിനിക്കൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിരുന്നു. സാറിന് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. വളരെ ചുരുക്കം ചില ആൾക്കാരെ സാർ ഇഷ്ടപ്പെടുകയുള്ളൂ. അല്ലാത്തവരെയൊക്കെ സാറ് ഓടി ഗെറ്റ് ഔട്ട് അടിക്കും. മനസ്സിലായി. വളരെ ടെററായിരുന്നു ആ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ എന്നെ വളരെ ഇഷ്ടമായിരുന്നു സാറിന്. അതുപോലെ തന്നെ ഈ അവധി ദിവസങ്ങളിലൊക്കെ ഞാൻ അവിടെ പോകുമായിരുന്നു. എനിക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് സാറിൻ്റെ ഒരു കേസ് അവിടെ വന്നു. ഒരു പശുക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് ആ പശുക്കുട്ടിക്ക് ഡ്രിപ്പ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറത്, വിനോദ് താനിവിടെ വരൂ, താൻ ആ പശുക്കുട്ടിയെ പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പശുക്കുട്ടിയുടെ കാലിൽ പിടിച്ചിരിക്കുക. പശുക്കുട്ടി നല്ല ശക്തിയുള്ളവനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് അനക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ കുറ്റം കൊണ്ടല്ല, ആ പശുക്കുട്ടി കിടന്ന് കാലിട്ടടിക്കുന്നുണ്ട്. സാറ് വന്ന് നിന്നിട്ട് സാറ് അരക്കെട്ട് ഇങ്ങനെ കൈകുത്തിയിട്ട്, താൻ എന്താണ് ചെയ്യുന്നത്? ആർ യു പ്ലേയിങ് ടഗ് ഓഫ് വാർ? അപ്പോൾ
എനിക്കങ്ങ് ചിരി വന്നിട്ട് പോയി. അത് ചിരിച്ചു കഴിഞ്ഞാൽ സാറ് ചൂടാവും. ഇതേടോ അപ്പം അത് കയറി എനിക്ക് ചിരി വന്നു പോയി. ഞാൻ ഉടനെ ഷോൾഡറിൽ മുഖം പൊത്തി വല്ലാതെ അങ്ങ് ചിരിച്ച്. വയറു ലാഫിങ് ലൈക്ക് എ ഫൂൾ. അപ്പോൾ അടുത്തത് എനിക്കിത് കേൾക്കും പിന്നെയും ചിരി വരിക. അപ്പോൾ സാറ് എന്നിട്ട് സാറും ചിരിച്ചോണ്ടങ്ങ് പോയി. സാറ് അപ്പോൾ സാറ് ഒരുപാട് പേരെ സാറ് അങ്ങനെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അതെല്ലാം നന്നാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. വാട്ട് ആർ യു ഡൂയിങ് ദെയർ എന്ന് ചോദിക്കും. വാട്ട് ആർ യു ഡൂയിങ് ദെയർ? ആരാണ് പരസ്പരം എല്ലാവരും നോക്കും. യു ഡോണ്ട് ലുക്ക് സൈഡ് വേസ്, യു മൂൺ ഫേസ്ഡ് ഇഡിയറ്റ്, യു കം ഹിയർ. അപ്പോൾ അതൊരു അത് ഇന്ന് ഓർക്കുമ്പോഴത്തേക്ക് എന്തൊരു അനുഭൂതി എന്ന് പറയുമോ. സാറങ്ങനെ വിളിച്ചതും സാറാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. എൻ്റെ ഗുരുനാഥൻ എന്നല്ല, എൻ്റെ ദൈവം എന്ന് തന്നെ പറയാം. അലിക്കുട്ടി സാറ് അദ്ദേഹം ഇപ്പം എടപ്പള്ളിയിലാണ്, കുറച്ച് രോഗബാധിതനാണ്, ഒരുപാട് നല്ല പ്രായമുണ്ട്. ഇതാണ് സാറിൻ്റെ വെറ്റിനറി കോളേജിലെ ലൈഫിൻ്റെ ഒരു സാരാംശം. ഇവരെയൊക്കെയാണ് ഇപ്പോഴും സാർ, ഇപ്പം ഞാൻ ചോദിച്ചപ്പം സാറിൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുക ചെയ്തത്. അതെ, ഇപ്പം പെട്ടെന്ന് ഓർമ്മ വന്ന ആൾക്കാരാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വെറ്റിനറി കോളേജ് സാർ പറഞ്ഞ 6 കൊല്ലം അല്ലേ, 6.5 കൊല്ലം അല്ലേ, അല്ല 5 6 5.5 കൊല്ലം. 5.5 കൊല്ലം. അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ കർമ്മം മണ്ഡലമായിട്ട് സാർ എവിടെയാണ് ഫസ്റ്റ് പ്രാക്ടീസ് തുടങ്ങുന്നത്? 1995 ഞാൻ പാസ് ഔട്ട് ചെയ്തത്. 95 പാസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് പാസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യണം. അതാണ് നമ്മുടെ കർമ്മം. ഇത് തുടർന്നുകൊണ്ട് പോകുന്ന ട്രഡീഷൻ അതാണ്. വീട്ടിലും പ്രശ്നമാണ്, വീട്ടിലും ഈ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ജോലിക്ക് കയറുക, ജോലിക്ക് സർക്കാർ സർവീസിൽ നിന്ന് കിട്ടുന്ന ശമ്പളം വീട്ടിൽ കൊടുക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറുക. ഏതായാലും പാസ് സർട്ടിഫിക്കറ്റ് കിട്ടി, രജിസ്റ്റർ ചെയ്ത് കൗൺസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ മിൽമയിൽ എനിക്ക് ജോലി കിട്ടി. മിൽമയിൽ എമർജൻസി വെറ്ററിനറിയായിട്ട് ജോലി കിട്ടി. അന്ന് 25 വയസ്സ് പ്രായം, മീശ തന്നെ പകുതി മുളച്ചിട്ട്. അപ്പം കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, 27ാമത്തെ വയസ്സിലിരുന്ന് കല്യാണം. അങ്ങനെ ആലപ്പുഴയിൽ മുഹമ്മ എന്ന സ്ഥലത്താണ് എന്നെ പോസ്റ്റ് ചെയ്തത്. മിൽമയ്ക്ക് 3 സെക്ഷൻസ് ഉണ്ട്. TRCMBU, ERCMBU, MRCMBU. TRCMBU എന്ന് പറഞ്ഞാൽ ട്രാവൻകൂർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ERCMBU എന്ന് പറഞ്ഞാൽ എറണാകുളം റീജിയണൽ. MRCMBU എന്ന് പറഞ്ഞാൽ മലബാർ റീജിയണൽ. ഇവിടെ ഉണ്ട്, ഇവിടെ പെരിങ്ങളത്ത് മലബാർ റീജിയൻ MRCMBU ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ TRCMBU ആണ്, ട്രാവൻകൂർ റീജിയണൽ മിൽക്ക് കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ TRCMBU എന്നെ പോസ്റ്റ് ചെയ്തത് ആലപ്പുഴയിൽ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലത്താണ്. മുഹമ്മ വേമ്പനാട് കായലിൻ്റെ കരയിലാണ്. അവിടെയാണ് ഞാൻ പോസ്റ്റഡ് ആവുന്നത്. അപ്പോൾ കുറച്ച് കാലം ഞാൻ അവിടെ മിൽമയിൽ ജോലി ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതൊരിക്കലും മറക്കാൻ പറ്റില്ല. സാറ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, തുടക്കം പശുക്കളിലായിരുന്നു, മിൽമ ആയതുകൊണ്ട് ക്ഷീര കർഷകരെ സഹായിക്കുക എന്നുള്ള ഒരു പോസ്റ്റിലല്ലേ അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അതിനെപ്പറ്റി കുറേ നല്ല രസമുള്ള കഥകളുണ്ട്. സാറിൻ്റെ കായലിലൂടെ കുറേ വേമ്പനാട് കായലാണ് തോന്നുന്നു അല്ലേ, ക്രോസ് ചെയ്തിട്ട് ഒരു പശുവിനെയോ ചികിത്സിക്കാൻ പോയൊരു കഥ ഉണ്ട്. അതായത് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, അതായത് 4-5 ആൾക്കാർ വന്നു. സാർ രാത്രി ഇതിൽ ഈ ഡ്യൂട്ടിയിൽ സാറിന് പറയുന്നൊരു കാര്യമുണ്ട്, 24 hours ആയിരുന്നു ഡ്യൂട്ടി. രാത്രി വരും, പുലർച്ചെ ചിലപ്പം 2 മണിക്ക് വന്ന് കിടന്നു കഴിഞ്ഞാൽ 3 മണിക്ക് ആൾ വന്ന് വിളിച്ചു കൊണ്ടുപോകും. അപ്പോൾ സാർ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്ഷീര കർഷകർ ഭയങ്കര സാധുക്കളാണ്. കാരണം അവർക്ക് ആ പശുവിൻ്റെ അടുത്ത് കിട്ടിയിട്ടാണല്ലോ, ഈ പാല് വിറ്റിട്ടാണല്ലോ പൈസ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സാർ ഒരിക്കലും നോ എന്ന് പറയാറില്ല എന്നാണ് സാർ പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം രാത്രി കുറച്ച് ആൾക്കാർ വന്നിട്ട് സാറിനെയും കൊണ്ടുപോയി. അപ്പോൾ സാറിന് ചോദിക്കാൻ മറന്നുപോയി, അതായത് പോയി രക്ഷിക്കണം എന്നുള്ള, എന്തിനാണ് വിളിക്കുന്നത് ചോദിക്കാൻ പറഞ്ഞത്. അപ്പം കുറച്ച് ആൾക്കാർ സാറിനെ വേമ്പനാട് കായലിൽ കൂടെ ഇങ്ങനെ, അപ്പോൾ സാറിന് ആരും പരിചയമില്ല. അപ്പോൾ കുറച്ച് നടുവിലെത്തിയപ്പോൾ സാറിനൊരു ഭയം വന്നു, ഇനിയിപ്പോൾ എന്നെ എന്തിനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അപ്പോഴാണ് എതിരെ വന്നൊരു തോണിയിൽ ഒരാൾ പറഞ്ഞു പശു പ്രസവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ സാറിനെ തിരിച്ച് കൊണ്ടുപോയൊരു കഥയുണ്ട്. അത് എനിക്ക് കാട്ടും ഭയങ്കരമായിട്ട് ഇമോഷണലി കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരാളും അത് ചെയ്യില്ല. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ വന്നതെന്നല്ലേ. സാർ അതുപോലും ചോദിച്ചില്ല, സാറിൻ്റെ പെട്ടി എടുത്തിട്ട് ഇവരെ കൂടെ അങ്ങോട്ട് പോവാണ്. ആ ഒരു ഇതുണ്ടല്ലോ, ഇൻറ്റൻസിറ്റി, ഈ മൃഗങ്ങളെ സഹായിക്കുക, അത് എങ്ങനെയാണ് സാറിന് അന്ന് മുതൽ അത് സാറ് വെറ്റിനറി കോളേജിൽ നിന്നാണോ സാറിന് അത് കിട്ടിയത്? ആ ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, കർമ്മം ചെയ്യുക എന്നുള്ളത്, അത് എങ്ങനെയാണ് സാറിന് ആ ഒരു എങ്ങനെയെങ്കിലും ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ ആ ഒരു ഇൻറ്റൻഷൻ, അതെങ്ങനെയായിരുന്നു സാറിൻ്റെ? അതെങ്ങനെയാണ് അത് പണ്ട് മുതൽക്കേ സാറിൻ്റെ അച്ഛനമ്മമാരുടെ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ പേരൻസിൻ്റെ അടുത്ത് നിന്നാണ് കുറേ കാര്യങ്ങൾ പഠിക്കുക. അത് ആ ഒരു ശിക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണോ ഈ ഒരു കർമ്മം, എപ്പോഴും കർമ്മം ചെയ്യുക എന്നുള്ളത്? അതെങ്ങനെയായിരുന്നു? കുട്ടിക്കാലം തൊട്ടേ ഭഗവത്ഗീത വായിക്കുന്ന ആളാണ് ഞാൻ. ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറയുന്നത് കർമ്മമാണ് ഈശ്വരൻ, കർമ്മം തന്നെയാണ് ഈശ്വരൻ. അപ്പം നീ കർമ്മം ചെയ്യുന്നുണ്ടോ,
നീ ഈശ്വരനെ കാണും, സാക്ഷാത്കാരം ഉണ്ടാവും. അപ്പോൾ അതെ ആത്മീയതയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത് നമ്മൾ ചികിത്സിക്കുന്ന മിണ്ടാപ്രാണികളെയാണ്. ഞാൻ വെറ്ററിനറി കോളേജിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രഷേഴ്സ് ഡേ ഉണ്ട്. ഫ്രഷേഴ്സ് ഡേ അവിടെ വെച്ച് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അധ്യാപകർ പലരും വന്ന് പ്രസംഗിക്കും. എല്ലാ അധ്യാപകരും പറയുന്നൊരു കാര്യമുണ്ട്. സി യു ഹാവ് എൻറ്റേർഡ് ഇൻ എ വെരി നോബിൾ മൈറ്റി പ്രൊഫഷൻ. ദിസ് പ്രൊഫഷൻ ഡീൽസ് വിത്ത് സ്പീച്ച്ലെസ് ക്രീച്ചേഴ്സ്. എപ്പോഴും ഓർക്കണം, സ്പീച്ച്ലെസ് ക്രീച്ചേഴ്സ്, അത് മിണ്ടാപ്രാണികളാണ്. അവരുടെ മേൽ പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടി അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ പൊയ്ക്കോ. ഇതൊരു ജോബല്ല, ഇതൊരു അർപ്പണമാണ്. നിങ്ങൾ നിങ്ങളുടെ യു ആർ ഗോയിങ് ടു സ്പെൻഡ് യുവർ ഹോൾ ലൈഫ് ഓർ യു ആർ ഗോയിങ് ടു ഡെഡിക്കേറ്റ് യുവർ ലൈഫ് ഫോർ ദ സ്പീച്ച്ലെസ് ക്രീച്ചേഴ്സ്. മിണ്ടാപ്രാണികൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ അർപ്പിക്കപ്പെടുകയാണ്. അതൊരു വലിയ ടാസ്ക്കാണ്. ആ ടാസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളോട് നിന്നാൽ മതി. അല്ലാത്തവർ അടുത്ത എൻട്രൻസ് എഴുതി പൊയ്ക്കോ എന്നൊക്കെ സാറന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം കേട്ടാൽ പേടിയായി പോയി. പക്ഷെ പിന്നീട് ഓരോന്ന് പഠിച്ചു വരുമ്പോഴത്തേക്ക് ഓരോ അനാറ്റമി, ഫിസിയോളജി, പിന്നെ ഓരോരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നതും പിന്നെ സീനിയേഴ്സും അധ്യാപകരും പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഓൾറെഡി എൻ്റെ മനസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ മൃഗങ്ങളോടുള്ള അദമ്യമായ സ്നേഹമുണ്ട്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ശിക്ഷണം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു സമ്പൂർണ്ണ ഡെഡിക്കേഷനായി മാറും. ഓട്ടോമാറ്റിക്കലി എല്ലാ വെറ്ററിനറിയൻസും അങ്ങനായി മാറും. വെറ്ററിനറി കോളേജിൽ ഒരു കോഴ്സ് കഴിയുമ്പോൾ 5.5 വർഷത്തെ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് അവൻ അല്ലെങ്കിൽ അവൾ ഒരു പക്ക ഒരു പ്രൊഫഷന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരാളായി മാറും. അതങ്ങനെ തന്നെയാണ്. അങ്ങനെ അല്ലാതെ ഒരിക്കലും ആയി മാറില്ല. അങ്ങനെ അവിടുത്തെ സിലബസ് അങ്ങനെയാണ്, അവിടുത്തെ ഞങ്ങളുടെ ട്രെയിനിങ് അങ്ങനെയാണ്. പിന്നെ ശ്രീകാന്ത് പറഞ്ഞ പോലെ കുടുംബത്തിന് കിട്ടിയതും കൂടെ ഉണ്ട്, ജീനും കൂടെ ഉണ്ട്. ജീനുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. സാറ് പശുക്കളെ സാറ് പറഞ്ഞു ഇഷ്ടംമാതിരി പശുക്കളും മൃഗങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ നോക്കുന്നു, അമ്മ നോക്കുന്നു, അച്ഛൻ നോക്കുന്നു ഒക്കെ സാറിൻ്റെ മനസ്സിൽ അത് ഭയങ്കരമായിട്ട് പതിഞ്ഞു. ആ ഒരു ഇത് തന്നെയായിരിക്കും സാറ് വേറെ മൃഗങ്ങൾക്കും കൊടുക്കുന്നത്. പിന്നെ സാറ് മൃഗങ്ങൾ പണ്ട് എക്സ്ട്രാ ടെറിസ്ട്രിയലായിട്ടുള്ള, അതായത് സൂപ്പർ നാച്ചുറൽ ആയിട്ട് പവേഴ്സിനെ കാണാൻ പറ്റുന്നു പല സിനിമകളിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ കാണുന്നതിനേക്കാളും കൂടുതൽ ഫ്രീക്വൻസിയും അതുപോലെ കേൾക്കാനൊക്കെ അവർക്ക് കഴിയുമല്ലോ. അപ്പം അതുകൊണ്ടാണോ സാറ് യക്ഷീനെ മറ്റേ മുഹമ്മ ആ കാലത്തല്ലേ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അത് ശരിക്കും സാറ് യക്ഷീനെ തന്നെയാണോ കണ്ടത്? അതൊരു വളരെ രസകരമായ ഒരു കാര്യമാണ്. അതായത് ഞാൻ ഈ മുഹമ്മ എന്ന് പറഞ്ഞ സ്ഥലം ഇന്നത്തെ പോലെ ഒരു ടൗൺഷിപ്പ് അല്ലെന്ന്, 95-ലാണ്. അതൊരു കുഗ്രാമമാണ്. വഴിവിളക്കുകൾ പോലും കാര്യമായിട്ടില്ല. 8 മണി കഴിഞ്ഞാൽ പിന്നെ ആരും റോഡിൽ കൂടെ അങ്ങനെ ഇറങ്ങി നടക്കുകയൊന്നുമില്ല. പ്രത്യേകിച്ച് ജംഗ്ഷനിലൊക്കെ ആരെങ്കിലും ഉണ്ടാവും, അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും ആരും ഉണ്ടാവില്ല. ഈ വഴിവിളക്കുകളൊക്കെ 40 വാട്ടിന് 60 വാട്ടിൻ്റെ ബൾബൊക്കെയാണ്. ഇന്ന് ആ ബൾബൊന്നും ഇല്ല. അപ്പോൾ ഈ ബൾബൊക്കെ അതുവഴി പോകുന്ന ആരെങ്കിലും ചിലപ്പോൾ കല്ലെടുത്തെറിയും, അത് പോവും. അത് പോയി കഴിഞ്ഞാൽ പിന്നെ 2 മാസം കഴിഞ്ഞായിരിക്കും പുതിയ ബൾബ് ലൈൻമാൻ കൊണ്ടുവന്ന് ഇടുന്നത്. അതുവരെ അവിടെ ആ സ്ഥലം മുഴുവൻ ഇരുട്ടായിരിക്കും. ഞാൻ താമസിച്ച ഈ വീട് ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് മാസം 500 രൂപ വാടകയ്ക്ക് ഞാൻ സെലക്ട് ചെയ്തതാണ്. ഈ വീട് ഫേസ് ചെയ്യുന്നത് കിഴക്കോട്ടാണ്. കിഴക്കോട്ടെന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്താണ്. കിഴക്കോട്ടൊരു 100 മീറ്റർ കടന്നാൽ വേമ്പനാട് കായലായി. വേമ്പനാട് കായലിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന വീടാണ്. അങ്ങോട്ടൊന്നും വീടുകളൊന്നും ഇല്ല. അങ്ങോട്ടൊന്നും കുറേ കുറ്റിക്കാടുകളും ഒക്കെയുള്ളൂ. പറങ്കിമാവ്, മാവിൻ്റെ തോട്ടം, തെങ്ങിൻ തോപ്പ്, ഇതൊക്കെ അവിടെ ഉള്ളത്. അങ്ങോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. ചതുപ്പുകളാണതെല്ലാം. പക്ഷെ രാത്രി ഒരു പതിരാത്രി നിലാവുള്ള രാത്രിയൊക്കെ ആണെങ്കിൽ അങ്ങ് ഒരുപാട് ദൂരെ വേമ്പനാട് കായലിൽ ഓളം വെട്ടുന്ന ക്ലിങ് എന്നുള്ള ശബ്ദം കേൾക്കാം. ഓളം വെട്ടുന്ന നിശബ്ദത്തിൽ കേൾക്കാൻ പറ്റും. പിന്നെ ചിലപ്പം വെളിച്ചം, ആ റിഫ്ലക്ഷൻ ഇങ്ങോട്ട് കിട്ടും, വല്ലപ്പോഴും കിട്ടും. പിന്നെ വേമ്പനാട് കായലിൽ ഇങ്ങോട്ട് പടിഞ്ഞാറോട്ട് കാറ്റടിക്കും. അതൊക്കെ ഒരു വലിയൊരു അനുഭൂതിയാണ്. ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ വളരെ രസമാണ്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് സമ്പൂർണ്ണ അന്ധകാരമാണ്, ഇരുട്ടാണ് ഇവിടെ. ഒരു കാറ്റടിച്ചാൽ മതി, ലൈൻ കമ്പികൾ തമ്മിൽ തട്ടിയിട്ട് ഏതെങ്കിലും ഫ്യൂസ് അടിച്ചു പോകും. പിന്നെ വൈദ്യുതി ഉണ്ടാവില്ല. പിന്നെ ആ വൈദ്യുതി പിറ്റേന്ന് രാവിലെ എങ്ങനെ നോക്കിയാൽ മതി. അങ്ങനത്തെ ഒരു കാലമാണിത്. അപ്പം കാറ്റടിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോൾ ഉടനെ ഞാൻ മെഴുകുതിരിയായിട്ട് കാത്തിരിക്കും. അപ്പോൾ ലൈറ്റ് ഉടനെ കറണ്ട് ഉടനെ പോകുമെന്നറിയാം. പക്ഷേ എപ്പോഴും ആൾക്കാർ വരും കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ വിനോദ് ഡോക്ടർ ആര് വിളിച്ചാലും പോകും എന്നുള്ള ഖ്യാതി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ട്. ഏത് പാതിരാത്രി ആയാലും പുള്ളിക്കാരൻ അവിടെ ഉണ്ടാവും. കൊച്ചു ഡോക്ടറാണ്, തിരുവനന്തപുരത്തുകാരൻ കൊച്ചു ഡോക്ടർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പം അവിടെ ഉണ്ടാവുമെന്നറിയാം, ആര് വിളിച്ചാലും ചെല്ലുമെന്നറിയാം. അങ്ങനെ രാത്രി ഒന്നും ഉറക്കമൊന്നുമില്ല. രാത്രി ഒന്നും ഉറക്കമില്ല. കാരണം ആ ഇടയ്ക്ക് പുസ്തകം വായനയാണ് പ്രധാനപ്പെട്ട പരിപാടി. അപ്പം അത് ഈ
ലഹരി ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും കിട്ടുന്ന മധുരക്കള്ള് കിട്ടും, അത് കഴിക്കുമെന്നുള്ളതല്ലാതെ ലഹരിയിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മദ്യവും അങ്ങനെയൊന്നുള്ള താല്പര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഫുൾ ടൈം പഠിപ്പ് തന്നെ. രാത്രിയൊക്കെ ഉറങ്ങാതിരുന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആരും വിശ്വസിക്കില്ല. ദിസ് ഇസ് എ റിയാലിറ്റി. രാത്രി മുഴുക്കിരുന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. സാർ അന്ന് പറഞ്ഞ പുസ്തകം മെർക്ക് വെറ്ററിനറി മാനുവൽ, അതാണ് എൻ്റെ ആധികാരിക ഗ്രന്ഥം. അതിൻ്റെ അകത്ത് ലോകത്തുള്ള എല്ലാ മൃഗങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വലിയ പുസ്തകം. അത് തടി 1000-ന് മേളിൽ പേജുകളുണ്ട്. 2000-ഓളം പേജുകളുണ്ട്. അതായിരുന്നു സാർ രാത്രി പഠിക്കല്ലേ? അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു 5-6 തവണ ഞാൻ വായിച്ചിട്ടുണ്ട്. അത്രത്തോളം മുഴുക്ക ഇതായിരുന്നു പരിപാടി. വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കഥയിൽ കൊട്ട് കേൾക്കാം. ഡോക്ടറെ, വിനോദ് സാറേ, അപ്പം ഇങ്ങനെ കൊട്ട് കേൾക്കാം. അവൻ ചെല്ലും, ആരാ സാറേ? ഞാൻ പടിഞ്ഞാറുനിന്ന് വരിക, മണ്ണഞ്ചേരിയിൽ നിന്ന് വരിക, അല്ലെങ്കിൽ കലവൂരിൽ നിന്ന് വരിക, അല്ലെങ്കിൽ പുത്തനമ്പലത്തിൽ നിന്ന് വരിക, കായ്പുറത്ത് നിന്ന് വരിക, അല്ലെങ്കിൽ കഞ്ഞിക്കുഴിയിൽ നിന്ന് വരിക. എന്താ? പശുവിന് വല്ലാത്ത സുഖമില്ല. അപ്പോൾ സമയം നോക്കുമ്പോൾ രാത്രി 1 മണി. എന്താ പശുവിന് പറ്റിയേ? പശുവിന് ഇന്നലെ രാവിലെ പോലും വെള്ളം കുടിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ തല കുമ്പിട്ട് നിൽക്കുക ഡോക്ടറെ. നടക്കുമ്പോൾ ഈ ആടി പോവുക. ഒന്ന് വരുമോ വീട് വരെ? വരാം. മരുന്നുകളൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ആവശ്യമുള്ള മരുന്നുകളൊക്കെ ഒരു ബാഗിൻ്റെ അത് വാരി നിറച്ച്. ചിലപ്പോൾ പറയും, എങ്ങനെ പോകാനാ? ഞാൻ സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പോകേണ്ടി വരും. സൈക്കിൾ ക്യാരിയർ, ഞാനൊരു ക്യാരിയറുള്ള സൈക്കിളാണോ? ഇന്ന് ഞാൻ 100 കിലോ ഭാരമുണ്ട്. എന്നെ താങ്ങാൻ കെൽപ്പുള്ള സൈക്കിൾ വേണം. സൈക്കിൾ ക്യാരിയറുള്ള സൈക്കിളുണ്ട്. ചിലപ്പോൾ ഞാൻ ക്യാരിയറുള്ള സൈക്കിളിൻ്റെ പുറകെ ഇരുന്ന് പോകും. പിന്നെ ചിലപ്പോൾ ഞാൻ വിചാരിക്കും, എന്നാൽ വണ്ടി എടുത്തേക്കാം. വണ്ടി എന്ന് പറയുന്നത് ബെൻസ് കാറൊന്നുമല്ല. ഒരു ലാംബി സ്കൂട്ടറുണ്ട്, ഒരു പഴയ ലാംബി സ്കൂട്ടർ. അത് 1 ലിറ്റർ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ 1/2 കിലോമീറ്റർ ഓടും. അങ്ങനത്തെ സ്കൂട്ടറുണ്ട്. അപ്പോൾ ഈ സ്കൂട്ടറിൽ പോവും. പെട്രോൾ അടിക്കുന്നതൊക്കെ വലിയ കഥയാണ്. അവിടെ ഒന്നും പെട്രോൾ പമ്പൊന്നും ഇല്ല. 10-15 കിലോമീറ്റർ അപ്പുറത്ത് പോകണം പെട്രോൾ അടിക്കാൻ. അവിടെ പോയി വരാൻ തന്നെ ആവും 10 ലിറ്റർ പെട്രോൾ. അപ്പം അങ്ങനെയൊക്കെ പോയി കഷ്ടപ്പെടി ചിലപ്പോൾ ഈ സ്കൂട്ടർ എടുത്ത് പോവും. അപ്പം എൻ്റെ ഉദ്ദേശം ഒന്നും മാത്രമേ എത്രയും പെട്ടെന്ന് ആ വീട്ടിലെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്നെപ്പറ്റി പറയുമ്പോഴത്തേക്ക് ഞാൻ പൊക്കി പറയുകയല്ല. ബട്ട് നാച്ചുറലി എല്ലാ വെറ്ററിനറീസിനെയും പോലെ ഐ വാസ് ഓൾസോ ഡെഡിക്കേറ്റഡ്. അങ്ങനെ ഒന്ന് തിരിച്ചു വരുമ്പോഴാണോ ഇതിനെ കണ്ടത്, യക്ഷീനെ? അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് ആൾക്കാരിങ്ങനെ വന്നുകൊട്ട്, അപ്പോൾ ഒരു ആൾക്കാർ വന്നുകൊട്ട്, ആൾക്കാർ കൊട്ടുന്നതിൻ്റെ സ്റ്റൈൽ ഇതാണ്. ഡോക്ടറെ. കാരണം വെളിയിൽ നിന്ന് ലാച്ച് ഇട്ടിട്ടില്ല, കൊളുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അകത്തുണ്ടെന്നുള്ള കാര്യം അറിയാം. അപ്പം ടെൻഷൻ അടിച്ചിട്ടാണ് ഇങ്ങനെ കൊട്ടുന്നത്. അവർ എത്ര പേര് അങ്കലാപ്പോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എണീച്ച് വാതിൽ തല്ലി പൊളിക്കണ്ട, ഞാൻ എന്താ വരുന്നത്. സമാധാനമായി. ഡോക്ടർ അകത്തുണ്ട്. അവന് ഞാൻ അവരുടെ കൂടെ എന്താ അപ്പം അയ്യോ ഡോക്ടർ പറഞ്ഞ അവരുടെ വേറെ നോ എന്നൊരു വാക്കില്ല എനിക്ക്. നേരത്തെ ശ്രീകാന്ത് പറഞ്ഞ പോലെ നോ എന്നൊരു വാക്കില്ല. അവരുടെ കൂടെ പോയിരിക്കും. എവിടെയായാലും പോയിരിക്കും. അത് ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ പോയിരിക്കും. അപ്പം അങ്ങനെ പോവും. അങ്ങനെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ചിലപ്പം കറണ്ട് പോയിരിക്കും. കൂരിരുട്ട്. ഈ ഇരുട്ടത്ത് എങ്ങനെ തപ്പിപ്പിടിച്ച് വരാനാ? അന്നീ പറഞ്ഞ മൊബൈൽ ഫോണോ ഒന്നുമില്ല. അപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് അഭ്യാസങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ ആരും കയറി ആക്രമിക്കാതിരിക്കാൻ വേണ്ടി അന്ന് സോക്സിലൊരു കത്തി തിരികും. അതൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ നഞ്ചക്കൊന്നും പറഞ്ഞ ഉപകരണമുണ്ട്. നഞ്ചക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം. അപ്പോൾ നഞ്ചക്കെടുത്ത് എനിക്ക് മെറ്റൽ നഞ്ചക്കുണ്ട്, അത് പുറയിൽ തിരികും. അപ്പോൾ എനിക്കൊരു വളരെ കോൺഫിഡൻസ് ആണ്. നഞ്ചൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. വെറുതെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. കയ്യിലൊരു ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ടല്ലോ. കല്ലെടുത്തെറിഞ്ഞാൽ തീരുന്നതായിട്ടുള്ളൂ. വീശാനൊരു സാധനം ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അതെപ്പോഴും രാത്രി പോകുമ്പോഴത്തേക്ക് കയ്യിലുണ്ടാവും. പിന്നെ ഈ സോക്സിലൊരു കത്തി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി വെക്കുന്നതാണ്. ആരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് നോക്കും, ഇരുട്ടത്ത് ആരോ നിൽക്കുന്ന പോലെ തോന്നും. ആരാത്? സാറേ ഞാനാ ഉത്തമൻ. ഏത് ഉത്തമൻ? മണ്ണഞ്ചേരിയിൽ. എന്താ ഉത്തമ? ഇരുട്ടത്ത് ഉത്തമ തീപ്പെട്ടി കത്തിക്ക്. ഉത്തമൻ തീപ്പെട്ടി കത്തിച്ച് മുഖം കാണിച്ചു തരും. ഉത്തമൻ തന്നെ. എന്താ ഉത്തമ? സാറേ പശുവിന് സുഖമില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാനൊന്ന് എൻ്റെ ഡ്രസ്സൊന്ന് മാറിക്കട്ടെ, വേറെ ഡ്രസ്സിന്. കാരണം ദേഹത്തുള്ള സ്രവം, പശുവിന് നേരത്തെ പോയ വീട്ടിലെ പശുവിൻ്റെ സ്രവങ്ങളൊക്കെ ദേഹത്തായി. ഒന്ന് ഷർട്ടൊന്ന് മാറിയിട്ടോട്ടെ, ഞാനതൊന്ന് വരാം. ചിലപ്പോൾ ഷർട്ട് മാറിയിടാനൊന്നും ഉണ്ടാവില്ല, എല്ലാം മോശമായി കിടക്കുകയായിരിക്കും. അപ്പം അത് തന്നെ ഇട്ടുകൊണ്ട് ചിലപ്പോൾ അടുത്തതിന് പോവും. എന്തായാലും അവരുടെ കൂടെ പോവും.
അപ്പോൾ അത് കൂടെ പോയിട്ട് ഞാൻ മറ്റേ നേരത്തെ പോയത് 11 മണിക്കായിരിക്കും, വന്നത് 2 മണിക്ക്. 2 മണിക്ക് വരുമ്പോൾ ഉത്തമനോട് നിൽക്കുക, ഉത്തമൻ്റെ വീട്ടിൽ പോകും. ഞാൻ ഉത്തമൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 4:30ക്കാണ്. അപ്പോൾ ഉറക്കമൊന്നുമില്ല. പിന്നെ 4:30ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ 4:30 ഇനിയിപ്പോൾ ഉറങ്ങിയാൽ ശരിയാവില്ല. അപ്പോൾ പിന്നെ കുറച്ച് സമയം ഇരിക്കും, കുറച്ച് ബുക്ക് വായിച്ചിരിക്കും, 6 മണിയാകുമ്പോൾ എണീക്കും. എല്ലാ ദിവസവും വ്യായാമമുണ്ട്, കൃത്യമായ വ്യായാമമൊക്കെ ചെയ്ത് ഉറക്കമില്ലെങ്കിലും വ്യായാമം ഉണ്ടായിരുന്നു. നന്നായിട്ട് ആഹാരം കഴിക്കും. അപ്പോൾ അങ്ങനെ റൊട്ടീനിൽ പോകുമ്പോഴത്തേക്ക് ആണ് ഒരു ദിവസം രാത്രി ഇതുപോലെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരും വരുന്നില്ല. സാധാരണ അങ്ങനെയല്ല, ആരെങ്കിലുമൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും, ആരും വരുന്നില്ല. അങ്ങനെ പഠിച്ച് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട്, ആരും വരുന്നുമില്ല, കഥയിൽ കൊട്ട് കേൾക്കുന്നില്ല. അപ്പോഴാണ് കഥയിൽ ആരോ കൊട്ടുന്നുണ്ട്. ടോൺ വ്യത്യാസമുണ്ട്, കൊട്ടുന്ന ടോൺ. ഈ കൊട്ടുന്ന ടോണിൽ വ്യത്യാസം വരുമ്പോൾ ന്യായമായിട്ടും ആരായാലും പേടിക്കും. എപ്പോഴും ഞാൻ കേൾക്കുന്നത് ഡോക്ടറെ. അപ്പം ഇതിൽ അപ്പം ഞാനകത്തിരുന്നുണ്ട്, ആരാത്, അങ്കലാപ്പുണ്ട്. പിന്നെ ഈ ഒറ്റപ്പെട്ട വീട്ടിൽ 2 മുറി, ഒരു അടുക്കളയുണ്ട്, ഒരു വരാന്തയുണ്ട്. വരാന്തയുടെ മുകളിൽ കൂടെ ഓടാണ്. ഒരു 60 വാട്ടിൻ്റെ ബൾബ് വെളിയിൽ കിടപ്പുണ്ട്. ഇതാണ് ആകെ ഉള്ളത്. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ വേലിപ്പത്തൽ കൊണ്ടുള്ള ഒരു വേലിയുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ ഇതാണ് തെങ്ങിൻ തോപ്പാണ്. അപ്പം ആരായാലും ഈ അവസ്ഥയെ പേടിച്ചു. തൊട്ടടുത്തുനിന്ന് വീടുകളൊന്നും ഇല്ല, കുറച്ച് പുറകിലോട്ട് മാറിയൊരു വീടുണ്ട്. പക്ഷെ അവിടെ ആരാ താമസമെന്ന് പോലും എനിക്കറിഞ്ഞില്ല. ഞാൻ പിന്നെ ഇത് ആരാന്ന് ചോദിച്ചപ്പം മിണ്ടുന്നില്ല. പിന്നെയും അയ്യോ, എൻ്റെ ഹൃദയോടിപ്പം എനിക്ക് തന്നെ കേൾക്കാം, ആരാ. അപ്പോഴും ഒരു അനക്കവും ഇല്ല. അപ്പം എൻ്റെ മനസ്സിൽ കൂടെ പോയെന്ന് പറയാ, പോയി എൻ്റെ അന്ത്യം അടുത്ത്, ആരോ ശത്രു വെളിയിലുണ്ട്. എൻ്റെ കാര്യം തീർന്നു. അപ്പം ഞാൻ പിന്നെ തീരുമാനിക്കുന്ന പറയാം, എങ്ങനെയെങ്കിലും എൻ്റെ രക്ഷപ്പെട്ടേക്കില്ല. എന്നെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ഇവിടെ വേറെ ആരും ഇല്ല. അങ്ങനെയാണ് നഞ്ചക്കൊക്കെ എടുത്ത് കഥ പെട്ടെന്ന് തുറക്കുമ്പോൾ, കൊട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ കഥ തുറക്കുന്നത്. കഥ തുറക്കുമ്പോൾ ആരും ഇല്ല. ആരായാലും പേടിച്ചു. ഞാൻ അപ്പം തന്നെ കഥ അടച്ച് ഒന്ന് തല നീട്ടി നോക്കി ആരാന്ന് ചോദിച്ചിട്ട് ഇപ്പോഴേ കഥ ആരും ഇല്ല. കഥ അടച്ചുടനെ വീണ്ടും കൊട്ടി. അപ്പം ഞാനുണ്ട് സയൻറ്റിഫിക്കായിട്ട് ആലോചിക്കാൻ തുടങ്ങി. ചേട്ടാ, ഇങ്ങനെ കൊട്ടണമെന്നുണ്ടെങ്കിൽ തുറക്കുമ്പോൾ പെട്ടെന്ന് ഒരു സെക്കൻഡിൻ്റെ ഫ്രാക്ഷൻ കൊണ്ട് അയാൾക്ക് അപ്രത്യക്ഷനാവാൻ പറ്റില്ല. കാരണം അയാൾക്ക് ഈ വരാന്തയുടെ ചെറിയ കൊച്ചുമതിലൊക്കെ ചാടി കിടന്ന് ഇറ്റ് മേ ടേക്ക് 3-4 സെക്കൻഡ്സ്. അപ്പോൾ അതെങ്ങനെയാണ് കഥ തുറന്നുകൊണ്ട് അയാൾ കാണാനില്ല, കൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ കഥ തുറന്ന് കാണാനില്ല. പിന്നെ കഥ അടച്ചുടനെ എങ്ങനെ കൊട്ടുന്നത്? അപ്പോൾ അയാൾക്ക് ഇപ്പോൾ ചാടി വരണമെങ്കിലും മിനിമം 3-4 സെക്കൻഡ്സ് എടുക്കും. അതിൽ ചാടുന്ന ശബ്ദമൊക്കെ ഞാൻ കേൾക്കേണ്ടതാണ്. ഒന്നുമില്ല, വെളിയിലൊക്കെ നിശബ്ദതയാണ്. അപ്പോൾ ഇറ്റ് ഈസ് സംതിങ് അൺനാച്ചുറൽ, അമാനുഷികമായിട്ടുള്ള എന്തോ സംഭവമാണിത്. ഈ പേടിയായി, ഭയങ്കര പേടിയായി. സത്യം പറയാമല്ലോ, എനിക്ക് അക്കാലത്തിൽ ചോര തിളയ്ക്കുന്ന പ്രായമാണ്. ലോകത്ത് ഒരു ശക്തി എനിക്ക് പേടിയില്ല, ഒന്നിനും പേടിയില്ല. പിന്നെ പേടിച്ചു പോയി. പിന്നെ തുറക്കാതിരിക്കാൻ നിവൃത്തിയില്ല, പിന്നെയും കൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ തുറന്നു നോക്കുമ്പോഴത്തേക്കും ആരുമില്ല. പിന്നെ അവിടെയൊക്കെ തുറന്നു നോക്കി ഒരു എവറഡിയുടെ ബാറ്ററി ഇട്ടൊരു പഴയ ടോർച്ചുണ്ട്, അതിനൊന്ന് മഞ്ഞ വെളിച്ചോ വരുന്നത്. അതൊക്കെ അടിച്ചവിടെയൊക്കെ നോക്കി, ആരെയും കാണാനില്ല. പിന്നെ വെളിയിലേക്ക് ഇറങ്ങി ഓടിച്ചു, അവിടെ ഒന്നും കാണാനില്ല. വെളിയിലെല്ലാം അടിച്ചു നോക്കി, ആരെയും കാണാനില്ല. വേലിയുടെ അപ്പുറത്തേക്ക് അടിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ഞാൻ സത്യമായിട്ടും കണ്ടത് തെങ്ങിൻ്റെ താഴെ, തെങ്ങിൻ്റെ മൂട്ടിലൊരു സ്ത്രീരൂപം. അതാണ് എല്ലാവരും പറയുന്നത് അത് നിൻ്റെ തോന്നലാണെന്ന്. പക്ഷേ ഈ സ്ത്രീരൂപം വെള്ള സാരി എടുത്തായിട്ട് ഞാൻ കാണുന്നുണ്ട്, നല്ല ഉയരമുള്ളൊരു സ്ത്രീരൂപമായിട്ട് കാണുന്നുണ്ട്, 7 അടിയോളം പൊക്കമായിട്ടും എന്നെ ഇങ്ങനെ വിളിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ ആ സ്ത്രീയുടെ അടുത്തോട്ട് പോകാൻ എൻ്റെ കാലുകൾ എന്നെ വലിച്ചുകൊണ്ട് പോവുക. അപ്പം ഞാനിങ്ങനെ അതിന് വേലിയുടെ ഇടയ്ക്ക് ഒരു വിടവുണ്ട്, അതുവഴി ഇറങ്ങി വേണം അങ്ങോട്ട് പോകാൻ. ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു വ്യക്തി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു വരുന്നത്, ഒരു സ്ഫോടനം പോലെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഉച്ചത്തിൽ ചോദിക്കുകയാണ്, ഡോക്ടർ ഇതുവരെ ഉറങ്ങിയില്ലെന്ന് ഉച്ചത്തിൽ ചോദിക്കുക. അപ്പോൾ എനിക്ക് ഇടിവെട്ടുന്ന ശബ്ദം പോലെ ആണ് കേൾക്കുന്നത്. ഇയാൾ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് ഞെട്ടലാണ്. ഇല്ല, ഉറങ്ങിയില്ല, പഠിക്കുകയായിരുന്നു, പോയി കിടന്നുറങ്ങുക. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ പഠിക്കുമ്പോഴത്തേക്കാണ് ഈ സ്ത്രീ വന്നത്, കൊട്ടിയത്. ഏത് സ്ത്രീ? ഈ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് നോക്കുക, ആ സ്ത്രീയെ കാണാനില്ല.
അയ്യോ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ് ഞാൻ ചൂണ്ടിക്കാണിച്ചു, ഇയാളെ നോക്കി, ഇയാളെ കാണാനില്ല. അത് ഞാൻ വീണില്ലെന്നേ ഉള്ളൂ, രണ്ടുപേരെയും കാണാനില്ല. അപ്പോൾ ഭയങ്കര പേടിപ്പോയി. കയ്യിൽ മെറ്റൽ നെഞ്ചൊക്കെയാണ് ഈ ഐസിൽ മുറുക്കെ പിടിച്ചിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. BP എല്ലാം താന്ന്, എൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസൊക്കെ വളരെ ഉയർന്ന്, BP ഒക്കെ വല്ലാതെ താന്നു പോയി, നാക്കെല്ലാം വറ്റി. എനിക്കറിഞ്ഞിട്ട് ഇത് എങ്ങനെ പിടിച്ചു നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ പുറകോട്ട് നടന്നാണ് പിന്നെ എൻ്റെ വീടിൻ്റെ അകത്തേക്ക് പേടിച്ചു പോയി, ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. എനിക്കൊരു 2 മണിക്കൂർ നേരത്തേക്ക് കിതപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അത്രത്തോളം കിതച്ചു പോയി. ഈ കണ്ടതൊക്കെ പിന്നെ റീവൈൻഡ് ചെയ്ത് ഇങ്ങനെ ഓർത്തുകൊണ്ട് എന്തൊക്കെയാണ് ഞാൻ കണ്ടത്, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറയുക, എല്ലാവരും കളിയാക്കുകയാണ്, നീ എന്തിനാണ് ആ പ്രൊഫഷണൽ കോഴ്സ് പാസ്സായത് എന്നാ ചോദിക്കുന്നത്. കേട്ടവർക്ക്, എൻ്റെ ബന്ധുജനങ്ങളൊക്കെ ചോദിക്കുന്നതാണ്, നീ പ്രൊഫഷണൽ കോഴ്സ് പാസ്സായിട്ട് എന്ത് കാര്യം, ഇതൊക്കെയാണല്ലോ ഇപ്പോഴും നീ വിശ്വസിച്ചിരിക്കുന്നത്. ഞാൻ കണ്ട കാര്യത്തെപ്പറ്റി എന്ത് പറയാനാണ്. പക്ഷേ തൊട്ടപ്പുറത്തൊരു പണിക്കരുണ്ട്, അവിടെ ചീരപ്പഞ്ചിറ തറവാട്. ആ പണിക്കർ, അവിടുത്തെ ഒരു കാരണവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരിക്കും കണ്ടതൊക്കെ കറക്റ്റാണ്. അവിടെ തൂങ്ങി മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സമയം നോക്കുന്ന ഒരാളെ പോയി കണ്ട് കൃത്യമായിട്ട് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം. അപ്പം ജ്യോതിഷിയെ പോയി കണ്ടു. അദ്ദേഹം എൻ്റെ ഗ്രഹനിലയൊക്കെ വെച്ച് നോക്കി, എൻ്റെ സമയം നോക്കി. അദ്ദേഹം അമ്പരന്ന് പോയി. അദ്ദേഹം പറയും, മരണത്തിൻ്റെ വാക്ക് വരെ ചെന്നെത്തിയതാണ്. പക്ഷേ കലിയുഗവരദൻ്റെ ഇതാണ്, അനുഗ്രഹം കൊണ്ടാണ്, അയ്യപ്പൻ്റെ അനുഗ്രഹം. ഞാൻ അയ്യപ്പഭക്തനാണ്, നമ്മൾ അയ്യപ്പഭക്തൻ, സമ്പൂർണ്ണ അയ്യപ്പഭക്തനാണ്. എല്ലാ വർഷവും 41 ദിവസം വ്രതം നോറ്റ് ശബരിമലയിൽ പോകുന്ന ആളാണ്. അതിൻ്റെ ഗുണമായിരിക്കും എന്തായാലും. സാക്ഷാൽ കലിയുഗവരദനാണ് അവിടെ കള്ളിമുണ്ടെടുത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട്. സാറോട് എന്താ പഠിക്കുകയാണോ എന്താ ചെയ്യുന്നത് ചോദിച്ചാളല്ലേ, പോയിക്കൊണ്ട് തുടങ്ങാനാണ് പുള്ളി പറയുന്നത്. ഇതൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. മുടക്കരുത്, എല്ലാ വർഷവും പോകണം, ഈ വർഷം എന്തായാലും പോകണം, മാളികപ്പുറത്തമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഇപ്പോഴും ഞാൻ എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ ഇപ്പോൾ ഉണ്ട്. ആ സംഭവങ്ങളൊക്കെ അതൊരിക്കലും മായില്ലല്ലോ, അത് എത്ര കാലം ചെന്നാലും മായില്ല. പക്ഷേ പലരും, എൻ്റെ ഭാര്യ ഉൾപ്പെടെ, അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നതൊക്കെ. എൻ്റെ ഭാര്യ പറഞ്ഞ്, ഇതിൽ സൂപ്പർസ്റ്റീഷ്യസ്, നിങ്ങളുടെ വെറുതെ ചുമ്മാ പറയരുത്, അങ്ങനെ ഒരിക്കലും കണ്ടു കാണാൻ വഴിയില്ല, അത് നിങ്ങളുടെ തോന്നലായിരിക്കും. എൻ്റെ ഭാര്യ സൈക്കോളജി PhD ഒക്കെ എടുത്ത ആളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കാം അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നതായിട്ടും ഈ ഒരാൾ വന്നതായിട്ടും എല്ലാം നിങ്ങളുടെ തോന്നലായിരിക്കാം. അന്ന് രാത്രി മുഴുവൻ നിങ്ങളുടെ തോന്നലുകളുടെ മായാവലയത്തിലായിരുന്നിരിക്കാം, അതായിരിക്കാം സംഭവിച്ചത് എന്നൊക്കെ ഭാര്യ പറയുന്നുണ്ട്. ഇതിലേതാണ് ശരി എന്ന് എനിക്കറിഞ്ഞില്ല. ബട്ട് എനിക്കൊരു കാര്യം മാത്രം അറിയാം, ഞാൻ ഈ സാധനം കണ്ടു. ഇതിന് ശേഷം ഒരു സംഭവം ഉണ്ടായി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോടുള്ള എൻ്റെ വളരെ ആത്മാർത്ഥ സുഹൃത്തുണ്ട്, ശ്രീലേഷ്. സോമൻ എന്നാണ് ഞാൻ വിളിക്കുന്നവനെ, സോമനെയും വിളിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും ആലപ്പുഴയിൽ പോയി. ആലപ്പുഴ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, സോമനുണ്ടായിരുന്നു എൻ്റെ കൂടെ. സോമനും ഞാനും കൂടെ ആലപ്പുഴയിൽ പോയി. അപ്പോൾ സോമൻ അന്നേ പറഞ്ഞു, അണ്ണൻ എന്നെ അണ്ണാന്നാണ് വിളിക്കുന്നത്, അണ്ണൻ അന്ന് യക്ഷിയെ കണ്ട് വീടെനിക്കൊന്ന് കാണണം. വൈകിട്ടൊരു 4:30-5 മണിയായപ്പോഴത്തേക്ക് ഞാൻ അവനെയും കൊണ്ട് ആ പഴയ വീട്ടിൽ ചെന്നു. ആ സമയത്ത് അവിടെ ആരും ഇല്ല, അവിടെ ആരും താമസമില്ല. 5 മണിക്കാവും ആ വീട് കണ്ട്, ഞാൻ ആ യക്ഷിയെ കണ്ട സ്ഥലമൊക്കെ കണ്ടിട്ട് അവൻ അവിടെ നിന്ന് ഓടിക്കളഞ്ഞ്. എൻ്റെ ചോദിച്ചു, അണ്ണ എങ്ങനെ ഇവിടെ താമസിച്ചെണ്ണ, 1.5 വർഷം എങ്ങനെ ഇവിടെ താമസിച്ചത്? അവൻ പറയുന്ന 5 മണി, വൈകിട്ട് 5 മണിക്ക് ആ സ്ഥലം കണ്ടിട്ട് തന്നെ പേടിയാകുന്നു, ഇവിടെ എങ്ങനെ താമസിച്ചു എന്നാണ് പറയുന്നത്. അവൻ അന്തം വിട്ടുപോയി, ഇതെങ്ങനെ ഇവിടെ താമസിച്ചു എന്ന്. അങ്ങനത്തെ ഒരു ഭീകരാന്തരീക്ഷമൊന്നും ഇല്ല. പക്ഷെ അവനത് കണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞതെല്ലാം അവൻ്റെ മനസ്സിലുണ്ട്. അവൻ ആ സ്ഥലം കണ്ടപ്പോൾ പേടിച്ചു പോയി, അവൻ ഓടിക്കളഞ്ഞ്, അവൻ ആ സ്ഥലത്ത് അധികം നിന്നു പോലും ഇല്ല. പിന്നെ ഡോക്ടർ, ഇത് പശു അതേപോലെ വലിയ അനിമൽസിനെ നോക്കിയായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് സാർ ഇപ്പം ഒരു എക്സ്പെർട്ട് ഇൻ സ്മോൾ അനിമൽസ്, അതായത് നായ്ക്കളെ നോക്കുന്നതിലും പൂച്ചകളെ നോക്കുന്നതിലാണോ സാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? അതെപ്പോഴാണ് പിന്നെ ഈ ആ ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ എപ്പോഴാണ് ഇതിലേക്ക് മാറിയത്, ഈ സ്മോൾ അനിമൽസിലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലേക്ക് മാറിയത്, അങ്ങനെ ചികിത്സിക്കുന്നതിലേക്ക് മാറിയത്? സത്യത്തിൽ ഈ മുഹമ്മയിൽ ആ ഒരു ഗ്രാമത്തിൽ ജോലി ചെയ്യുമ്പം പോലും എനിക്ക് മനസ്സിൻ്റെ അകത്ത് സ്മോൾ അനിമൽസ് എന്നൊരു ഉണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അതവിടെ ഇല്ല. 95-ലൊക്കെ എന്ന് പറഞ്ഞാൽ അന്നൊന്നും പെറ്റ്സിനൊന്നും ഇത്രയും പ്രാമുഖ്യമൊന്നും ആൾക്കാർ കൊടുക്കുന്നില്ല. അന്ന് പെറ്റ്സായിട്ടല്ല, വീട്ടിൻ്റെ ഗാർഡായിട്ടാണ് പട്ടികൾ ഉപയോഗിക്കുന്നത്. അതുപോലെയാണ് സ്മോൾ ബ്രീഡ്സ് അന്നില്ല. ഈ ആകെപ്പാടെ ഒറ്റ സ്മോൾ ബ്രീഡ് എന്നുള്ളൂ,
അത് സ്പിറ്റ്സാണ്. പോമറേനിയൻ എന്നാണ് നാട്ടിൽ അതിന് പറയുന്നത്. സ്പിറ്റ്സാണ് ആകെ ഒരേ ഒരു സ്മോൾ ബ്രീഡ്. ബാക്കിയെല്ലാം ഡോബർമാൻ, ഈ ലാബ്രഡോർ, പിന്നെ ജർമ്മൻ ഷെഫേർഡ്. ഇത് മൂന്നുമായിരുന്നു അന്ന്. റോട്ട്വൈലർ ഇല്ല, എനിക്ക് ഓർമ്മ ഇതിലൊക്കെ പിന്നെ ഈ മൂന്നെണ്ണാണ് പണ്ടത്തെ. മൂന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഡോബർമാനാണ്. പിന്നെ തൊട്ട് പറയുന്നത് ജർമ്മൻ ഷെഫേർഡും. അത് കഴിഞ്ഞാൽ ലാബ്രഡോർ കുറവായിരുന്നു. പക്ഷെ ഇവരെയൊക്കെ വളർത്തിയിരുന്ന വീടിൻ്റെ വെളിയിലാണ്. ഒരൊറ്റ ഡോഗിനെയും വീടിൻ്റെ അകത്തോട്ട് കയറ്റിയിരുന്നില്ല. വെളിയിൽ കൊണ്ട് കൂട്ടിൻ്റെ അകത്തേക്ക് ഒരു പാത്രത്തിൽ എന്തെങ്കിലും ചോറ് കുഴച്ച് കുറച്ച് മീനൊക്കെ ഇട്ട് വെച്ച് കൊടുക്കും. പാവങ്ങൾ അത് കഴിക്കും, അവിടെ ഇരിക്കും. എന്തെങ്കിലും അസുഖം വരും, ഏതെങ്കിലും ഒരു ലോക്കൽ ഡോക്ടറെ വിളിക്കും. അദ്ദേഹം വന്നിട്ട് ഏതെങ്കിലും നിർണ്ണയമോ ചികിത്സ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോവും. ചിലപ്പോൾ അത് മരണപ്പെട്ടു പോകും, ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥിതിയായിരുന്നു. ഇന്നത്തെ പോലെ അത്ര വലിയ കെയറൊന്നും കൊടുക്കാത്തൊരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സ്മോൾ അനിമൽ കേസുകളൊക്കെ അന്ന് വളരെ കുറവായിരുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കിട്ടുന്നില്ല. എന്നാലും വല്ലപ്പോഴും കൂടെ ഒരു ഡോബർമാൻ്റെയോ ഒരു ജർമ്മൻ ഷെഫേർഡിൻ്റെ ഒരു കേസ് കിട്ടുമ്പോഴത്തേക്ക് വളരെ സന്തോഷമായിരുന്നു. ഡെപ്തിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അതിൻ്റെ രോഗം അറ്റം വരെ കണ്ടുപിടിക്കും. സർജറി ചെയ്യാനാണെങ്കിൽ എനിക്ക് സംവിധാനമില്ല. അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സർജറി ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. വീട്ടിൽ വെച്ച് തന്നെ സർജറി ചെയ്തിട്ടുണ്ട് ഞാൻ. വീട്ടിൽ വെച്ചിട്ടില്ലേ? വീട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് കാലാന്തരത്തിൽ എനിക്ക് ഇത് വലിയ ഒരു മാറ്റം വന്നത് എറണാകുളത്ത് ട്രാൻസ്ഫറായി പോയി തൃക്കാക്കര മൃഗാശുപത്രി പോയപ്പോഴത്തേക്കാണ്. തൃക്കാക്കര ചെന്നപ്പോഴത്തേക്ക് പശുക്കളെക്കാൾ കൂടുതൽ പട്ടികളെ നോക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് കൊച്ചി സിറ്റിക്കകത്ത താമസം. ഞാൻ കൊച്ചി സിറ്റിയിൽ പതുക്കെ പോപ്പുലർ ആവാൻ തുടങ്ങി. ആൾക്കാർ അന്ന് വീടുകളിലേക്ക് വിളിക്കുകയുള്ളൂ. പട്ടികളെ നോക്കാൻ വേണ്ടി വീടുകളിലേക്ക് വിളിക്കാൻ തുടങ്ങി. ഞാൻ വളരെ ആഗ്രഹത്തോടുകൂടി വീടുകളിലൊക്കെ എല്ലായിടത്തും പറന്ന് നടക്കുകയായിരുന്നു. വീടുകളിലൊക്കെ പോയി. ആ കാലത്ത് ഞാൻ അവിടുത്തെ എറണാകുളത്തെ ഇപ്പോഴത്തെ അതിപ്രഗത്ഭരായിട്ടുള്ള സീനിയർ പെറ്റ് ക്ലിനീഷ്യന്മാർ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് പെറ്റ് പ്രാക്ടീസ് തുടങ്ങുന്നത്. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പെറ്റ് പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ഇപ്പോൾ റീസെൻ്റായിട്ട് പാസ് ഔട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്കെല്ലാം അവർ നല്ല നല്ല ഹോസ്പിറ്റലൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാൻ ഒരുപാട് പേരുണ്ട്. അന്നതില്ല, അന്നൊന്നുമില്ല. ഞങ്ങൾക്ക് ചോദിക്കാൻ ആരുമില്ല. ഞങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടി ബുക്കുകളില്ല, ഇൻ്റർനെറ്റ് ഇല്ല, ചാറ്റ് GPT ഇല്ല. ഒന്നുമില്ലായിരുന്നൊരു കാലത്താണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. പലപ്പോഴും ഇരുട്ടിൽ തപ്പുമായിരുന്നു. 6 മാസത്തിലൊരിക്കലും വെറ്ററിനറി കോളേജ് ചെല്ലും. അവിടുത്തെ ലൈബ്രറിയിൽ കയറിയിട്ട് അന്നത്തെ ബുക്കുകൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് പോയി റെഫർ ചെയ്യും. റെഫർ ചെയ്ത് അന്ന് മുതലുള്ള 6 മാസത്തെ കണക്കുകളെല്ലാം അതിനകത്ത് റെഫർ ചെയ്യുന്ന ഒരു ദിവസം മുഴുകി റെഫർ ചെയ്തിട്ട് വരും. അങ്ങനെയൊക്കെയാണ് ചികിത്സ നടപ്പിക്കാനുള്ളത്. കാരണം ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന വലിയ സീനിയേഴ്സ് ഉണ്ട് കൊച്ചിയിൽ. അപ്പം ഞങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, വിനോദം അതെന്താ അങ്ങനെ? ഞാൻ ചോദിക്കും, അണ്ണ ഇതെന്താ ഇങ്ങനെ? ആർക്കും അറിയില്ല. ഇതായിരിക്കാൻ കാരണം, അതായിരിക്കാൻ കാരണം വേറെ ആരോടും ചോദിക്കാനില്ല. ഒരാൾ പറയും, ഞാൻ നാളെ കോളേജിൽ പോകുന്നുണ്ട്, നാളെ റെഫർ ചെയ്യാൻ എന്തായാലും. അപ്പോൾ അത് കോളേജിൽ പോകുമ്പോൾ റെഫർ ചെയ്യാനുള്ള ചോദ്യങ്ങളെല്ലാം എഴുതി കൊടുക്കും. അതൊക്കെ പോയി റെഫർ ചെയ്തിട്ട് വരും. അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചിരുന്നത്. കൊച്ചിയിലേക്ക് വന്നു, നായ്ക്കളെ അതേ പൂച്ചകളെയൊക്കെ നോക്കാൻ തുടങ്ങിയല്ലോ. സാറ് ഞാൻ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സാർ ഒരു സിനിമ ഷൂട്ടിങ്ങിന് പോയിട്ട് മയക്കുമരുന്ന് കുത്തിവെച്ചിരുന്നു നായനെ എന്നുള്ള കഥ. അതായത് പണ്ട് ഞാൻ സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ് നായനെ അവർ ഉറങ്ങിക്കിടക്കുന്നതായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ശരിക്കും പറഞ്ഞാൽ മയക്കുന്ന ഒരു കുത്തിവെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു കഥ സാറിന് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? കാരണം അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്നാണ് സുരേഷ് ഗോപി, അദ്ദേഹം ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിലെ അതിൽ ഒരു നായനെ ഉറക്കി കിടത്തുന്ന ഒരു ഇതുണ്ട്. അന്ന് അത് എനിക്ക് തോന്നുന്നു ഡോബർമാൻ ആണെന്ന് തോന്നുന്നു ആ സിനിമയിലുള്ളത്. അപ്പോൾ അത് കഥ അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു സാറാണ് അതിനെ മയക്കിയിട്ടുള്ളത്. അപ്പോൾ 2 ലാബ്രഡോർ ആയിരുന്നു അല്ലേ? അത് ഭയങ്കര രസമായിരുന്നു. അതായത് അന്ന് നമുക്ക് ഈ മയക്കാനായിട്ട് സൈലസീൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ഇറങ്ങിയ കാലമാണ്. സൈലസീൻ ഇറങ്ങിയിട്ട് കുറച്ച് അധികകാലം ആയിട്ടില്ല. ഈ സൈലസീൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് വ്യക്തമായ ഒരു ധാരണയൊന്നും ഒരു ഡോക്ടർക്കും ഇല്ല. ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ സൈലസീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ സൈലസീൻ കൂടുതൽ കൊടുക്കാനും പേടിയാണ്. കാരണം അനസ്തെറ്റിക്കാണ്, മരണം വരെ സംഭവിച്ചു പോകാം. അപ്പം ക്രൈം ഫയലിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒഫീഷ്യൽസ് ആശുപത്രിയിൽ ഒന്ന് വിളിക്കുകയാണ്. ഞാൻ വരാമെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ കാക്കനാട് പള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഷൂട്ടിങ്. 14-ാം വാർഡാണ്. ഇപ്പോൾ എൻ്റെ പഞ്ചായത്ത്, ഞാൻ വർക്ക് ചെയ്ത പഞ്ചായത്താണ് കാക്കനാട് പഞ്ചായത്ത്, തൃക്കാക്കര പഞ്ചായത്ത്. അപ്പോൾ അവിടെ വെച്ച് ഞാനവിടെ ചെല്ലുന്നു. 2 ദിവസം അവിടെ 2-3 ദിവസം അടുപ്പിച്ച് പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ പല സിനിമ നടന്മാരെയും കണ്ടിരുന്നു. മരിച്ചുപോയ ജോണി, വിജയരാഘവൻ, ഒരു കന്യാസ്ത്രീയായിട്ട് അഭിനയിക്കുന്ന
ചിന്താവിഷ്ടയ ശ്യാമളയിലുണ്ടായിരുന്നു. പേരിനോട് പറഞ്ഞാൽ അവരുടെ പേരും മറന്നുപോയി. ആ. ചിന്താവിഷ്ടയ ശ്യാമളയിൽ അവരാണ് ആ മരിക്കുന്ന ലേഡി. അവരാണ് മരിക്കുന്ന ലേഡി. അവരാണ് അഭയായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ കാളിയാറച്ചൻ, അതായത് വിജയരാഘവൻ. വിജയരാഘവൻ. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം വർത്തമാനം പറയുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ മേഘനാഥൻ, അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് പട്ടികളെ മയക്കാൻ പറഞ്ഞു. ബോഡി വെയിറ്റ് എടുക്കാൻ അവിടെ ഇതിരിക്കുന്നോ, വെയിങ് ബാലൻസ് ഒന്നുമില്ല. ഉദ്ദേശം ബോഡി വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ണുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, സൈലസിനും അടിക്കുക. പിന്നെ ഒരു ധൈര്യത്തിന് മുകളിൽ ചെയ്യുന്നതാണത്. പക്ഷെ കൂടുതൽ കൊടുക്കാൻ പറ്റും. നല്ല അവരെ നന്നായിട്ട് ഉറങ്ങിക്കിടക്കണം. ഇവിടെ നന്നായിട്ട് ഉറങ്ങിക്കിടക്കാനാണ്. കാരണം വെച്ചാൽ പേടിയല്ലേ നമുക്ക് കൊടുക്കാൻ. ഏതാനും സൈലസിന് 2 പട്ടികൾക്ക് അടിച്ചു, കൂട്ടിൻ്റെ അകത്ത് കിടക്കുന്നു. അപ്പോൾ അവിടെ കാളിയാറച്ചൻ രഹസ്യമായിട്ട് കയറുന്നതാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പട്ടി 2 തല പൊക്കുന്നു, കട്ട് ഷോട്ട് പോയി. പിന്നെയും പട്ടി രണ്ടും കിടന്ന് ഉറങ്ങും. പിന്നെയും വരുന്നു. അവർ 2-3 പ്രാവശ്യം ആയപ്പോഴത്തേക്ക് ഉടനെ സംവിധായകൻ ചോദിച്ചു, എന്തോന്ന് ഡോക്ടർ ഇത് മയങ്ങുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് പരിമിതികളുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, ജനറൽ അനസ്തേഷ്യ കൊടുക്കാം, അല്ലാതെ മാർഗ്ഗമില്ല. അങ്ങനെ പിന്നെ കാണുന്നതൊക്കെ ശരിക്കും ജനറൽ അനസ്തേഷ്യയിലാണ്. ആ 2 ഡോഗ്സിനും ഇൻട്രാവാൽസ് ഓഡിയോ എന്ന് പറഞ്ഞൊരു ഡ്രഗ് ജനറൽ അനസ്തേഷ്യ അടിച്ചു. 2 ഡോഗിൻ്റെയും വായിക്കകത്തൂടെ എൻഡോട്രക്കിൽ ട്യൂബൊക്കെ ഇട്ട് കിടത്തിയിരിക്കുകയാണ് അതിൻ്റെ. അതാണ് പിന്നെ അതൊന്നും ക്ലോസപ്പ് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. 2 സമ്പൂർണ്ണമായിട്ടും അനസ്തേഷ്യയിലാണ്, വെറും സെഡേഷൻ അല്ല. നല്ല അനസ്തേഷ്യ. പിന്നെ തലവെക്കിയിട്ടില്ല. അതാണ് സാറിൻ്റെ ഫസ്റ്റ് സിനിമ. അതാണ്. അപ്പം ഇപ്പോൾ സെലിബ്രിറ്റീസിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം പിന്നെ ഒന്ന് കൊന്നിട്ടുണ്ട്. ഈ ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമയുണ്ട് ഇവിടെ വെച്ച്. ഉസ്താദ് ഹോട്ടലിൽ ഇതുപോലെ തന്നെ അതിനകത്തൊരു രംഗമുണ്ട്. അതായത് ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ അകത്തൊരു പൂച്ചക്കുട്ടി ചത്ത് കിടക്കുന്ന, ഈ പൂച്ചക്കുട്ടിയെ മയക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് മയക്കി കൊടുത്ത് അതിനെയാണ് പിന്നീട് മറ്റേ ദുൽഖർ സൽമാൻ അതിനെ എടുത്ത് കുഴിക്കകത്തോട്ട് അതൊക്കെ എൻ്റെ മയക്കി കിടത്തിയ പൂച്ചക്കുട്ടിയാണ്. അതുകൊണ്ട് അത് ഞാൻ കണ്ട നല്ല സീനാത്. കാരണം ഇവർക്ക് ഇതിനെതിരെ മറ്റേ ഹോട്ടലിന് ലൈസൻസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നതൊക്കെ അതാണ്. അപ്പോൾ പിന്നെ സാറിനോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ കൊച്ചി എന്ന് പറയുന്നത് സെലിബ്രിറ്റീസിൻ്റെ ഒരു സ്ഥലമാണല്ലോ ഇപ്പം. അപ്പോൾ അന്ന് ഈ സാറ് ഏതെങ്കിലും സെലിബ്രിറ്റീസിൻ്റെ നായ്ക്കളെ നോക്കിയിട്ടുണ്ടോ? ഒരുപാട്. എനിക്ക് ഒന്നാമത് സെലിബ്രിറ്റീസ് പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും വലിയൊരു ഹരമാണ്, സന്തോഷമാണ് അവരോട് ഇടപഴകുന്നത്. ഏറ്റവും വലിയ ഞാൻ വളരെയേറെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ജഗതി ശ്രീകുമാർ. അദ്ദേഹത്തെ പോലൊരു നടനെ ഇനി ഒരിക്കലും നമ്മുടെ കേരളക്കര കാണാൻ വഴിയില്ല, ഇത്രയും റേഞ്ചുള്ളൊരു നടൻ. അപ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളൊക്കെ എപ്പോഴും ഞാൻ കാണാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ വീട് ട്രിവാൻഡ്രത്ത് പട്ടത്താണ്. അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ പേര് അമ്പിളി എന്നാണ്. അപ്പം പെങ്ങളുടെ വീട്ടിൽ അവർക്കൊരു ഗ്രേറ്റ് ഡെയിൻ ഉണ്ടായിരുന്നു. അതിന് എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ പറയും, എനിക്ക് അമ്പിളി ചേട്ടനെ ഒന്ന് കാണണമായിരുന്നു. അപ്പോൾ മാഡം പറയുമായിരുന്നു, ചേട്ടൻ വരുമ്പോൾ വിളിക്കാം എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അതിനൊരു വായിക്കകത്തൊരു മുറിവുണ്ടായിരുന്നു. അത് നോക്കാനായിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ പരിസരം പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കയറി കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ വല്ലാത്ത കുതിരശക്തി കൂടെയാണ്. അദ്ദേഹം ശരിക്കും ഞെരുങ്ങിപ്പോയി. അത് അദ്ദേഹം എന്തോന്നു ഡോക്ടറെ ധൃതരാഷ്ട്ര ആലിംഗനമായി പോയല്ലോ അദ്ദേഹം ചോദിക്കഴിഞ്ഞത്. നല്ല ഇപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു അയ്യോ, എനിക്ക് അദ്ദേഹത്തിന് ഈ അപകടം വന്നതൊക്കെ വളരെ സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. അതേപോലെ സാർ ഏതെങ്കിലും സെലിബ്രിറ്റി ആയ ഡോഗിനെ ചെയ്തു, അതായത് ഭയങ്കര സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഡോഗിനെ സാർ ചെയ്തു? ഉണ്ട്. നമ്മുടെ ദിലീപിൻ്റെ സിനിമയുണ്ട് CID മൂസ. CID മൂസയിലെ ആ ജർമ്മൻ ഷെഫേർഡ്, എനിക്ക് അവനെ വളരെ ഇഷ്ടമാണ്. അവൻ വളരെ ടൈംഡ്, വളരെ ഡൊമസ്റ്റിക്കേറ്റഡ്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഡോഗായിരുന്നു അവൻ മരണപ്പെട്ടു പോയി. അർജുൻ എന്നതിൻ്റെ പേര്. അർജുൻ എന്ന് മറ്റു പേര്. അത് സാറ് നോക്കിയത് ഡോഗ? അപ്പോൾ അത് പിന്നെ സെലിബ്രിറ്റീസ് ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഇപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ ഭാര്യ പൂർണിമ മാഡത്തിന് 2 ലാബ്രഡോർ ഉണ്ടായിരുന്നു. കുറേ കാലമായി അവരെ കണ്ടിട്ട്. അപ്പോൾ അവരുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു ഞാൻ. ചില ദിവസങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഇന്ദ്രജിത്തിനെയൊക്കെ കണ്ടിട്ട് സംസാരിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അതുപോലെ തന്നെ ഗീതു മോഹൻദാസ് ആലുവയിലേക്ക് സ്ഥലം മാറി വീട് താമസത്തിന് വരുമ്പോഴത്തേക്ക്
ട്രിവാൻഡ്രത്ത് നിന്ന് എൻ്റെ സീനിയർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഗീതു വരുന്നുണ്ട് അങ്ങോട്ട്, വിനോദിൻ്റെ പേരാണ് നമ്പറാണ് കൊടുത്തേക്ക്, വിനോദിനെ വിളിക്കും, എന്തായാലും വിനോദ് വീട്ടിൽ ചെന്നിട്ട് അവർക്ക് വേണ്ട സർവീസൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പം ഞാൻ അവിടെ ചെന്നു. മാഡത്തിൻ്റെ ഒരു വളരെ അടുപ്പമുള്ള പെറ്റാണ്. കണ്ടു, അതിനെ ചെക്ക് ചെയ്തു. പിന്നെ അങ്ങനെ കുറേ ആൾക്കാരെ ഉം. പരിചയപ്പെട്ടിട്ടുണ്ട്. പ്രിയങ്ക, കുറേ ഫിലിം സ്റ്റാർസ്, എല്ലാവരുടെയൊക്കെ പേര് മറന്നും പോയി. ഇപ്പം ഭയങ്കര പ്രശ്നമായിട്ട് സാറിൻ്റെ കൊച്ചിയിലുള്ള കാലഘട്ടത്തിൽ സാർ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ സ്ട്രേ ഡോഗ്സിൻ്റെ ഒരു സായിപ്പിൻ്റെ വീട്ടിൽ പോയ കഥകളൊക്കെ അതിൽ പറയുന്നുണ്ട്. സ്ട്രേ ഡോഗ്സ് എത്ര 100 സ്ട്രേ ഡോഗ്സിനെയൊക്കെ വളർത്തുന്ന ഒരു സായിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു കഥയുണ്ട്. ഇപ്പം സുപ്രീം കോടതി ഇപ്പോൾ ഈ അടുത്ത് ഒരു വിധി പാസ്സാക്കിയല്ലോ, അതായത് സ്ട്രേ ഡോഗ്സിനെ നമ്മളെ റോഡുകളിൽ നിന്ന് എടുത്ത് മാറ്റണമെന്ന്. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഈ സ്ട്രേ ഡോഗ്സിൻ്റെ പ്രശ്നത്തിനുള്ള കാരണം എന്താണ് പ്രതിവിധി? സത്യത്തിൽ ഡോഗ് മെനേഴ്സ് ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്, നമ്മൾ സമൂഹം തന്നെയാണ്. നമ്മൾക്ക് അലക്ഷ്യമായിട്ട് ഈ ഫുഡ് വേസ്റ്റുകളൊക്കെ വലിച്ചെറിഞ്ഞ് അങ്ങനെ അവരുടെ എണ്ണം കൂടാൻ, അവരുടെ ശരിക്കും റീപ്രൊഡക്റ്റബിലിറ്റി എന്ന് പറയുന്ന സംഭവമൊക്കെ കൂടും. അത് പ്രത്യേകിച്ച് സ്ലോട്ടർ വേസ്റ്റുകൾ, സ്ലോട്ടർ ഹൗസ്, ഇഷ്ടംപോലെ സ്ലോട്ടർ ഹൗസുകൾ മുളച്ചു പൊങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഭക്ഷ്യത്തിന് വേണ്ടി അറക്കുന്ന മാലിന്യങ്ങൾ, കോഴി മാലിന്യം, അറവ് മാലിന്യങ്ങൾ, അത് കോഴിയുടെ ആവട്ടെ ആടുമാടുകളുടെ ആവട്ടെ എല്ലാം അറവ് മാലിന്യങ്ങൾ ഒരു സിവിക് സെൻസ് ഇല്ലാതെ വെളിയിൽ തള്ളുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെളിയിൽ കിടന്ന് ചീഞ്ഞ് അതിനെയൊക്കെ അത് തിന്നാനായിട്ട് ഇത് വരും. ഇവർക്ക് ഇത് കടിച്ച് കീറി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരമൊക്കെ ഉണ്ട് ആ സമയത്ത്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തെ അവരുടെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടും. അപ്പോൾ ഒരു പട്ടിക്കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പട്ടിക്കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടും, ഒരുപാട് കുഞ്ഞുങ്ങളും ജനിക്കും. ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം യഥേഷ്ടം ഈ അറവ് വേസ്റ്റുകൾ ഇഷ്ടം പോലെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ വീണ്ടും എല്ലാവരുടെയും റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടും. പിന്നെ ഇവർ സംഘടിത ശക്തിയായി മാറും. പാക്ക് ബിഹേവിയർ എന്ന് പറയും. ഒരുപാട് എണ്ണം കൂടുമ്പോഴത്തെ അവർക്ക് പാക്ക് ബിഹേവിയർ ഭയങ്കര പാക്ക് സ്ട്രെങ്ത് ഉണ്ടാവും. ഡോഗിൻ്റെ ഗ്രൂപ്പിനെ പാക്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പാക്ക് ബിഹേവിയർ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെക്കാട്ടിലും വ്യത്യാസമാണ്. ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്ന് ഒരുത്തൻ മാത്രമേ ഉള്ളെങ്കിൽ അവൻ വളരെ പേടിയുള്ളവനായിരിക്കും. അവൻ എന്തിനേയും പേടിച്ച് നടക്കുകയുള്ളൂ. അവൻ ആരെ അറ്റാക്ക് ചെയ്യില്ല. അവൻ എവിടെയെങ്കിലും ഓടി ഒളിക്കാനേ നോക്കുകയുള്ളൂ. കുറുക്കന്മാരൊക്കെ അങ്ങനെയാണ്. ഒറ്റയ്ക്ക് നടക്കുന്ന കുറുക്കന്മാർ എവിടെയെങ്കിലും ഓടി ഒളിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, പാക്ക് ബിഹേവിയർ വരുമ്പോഴത്തേക്ക് അവർ അഡീഷണൽ സ്ട്രെങ്ത്തായി മാറും. കൂട്ടം കൂടി നിൽക്കുമ്പോഴത്തേക്ക് വലിയ സ്ട്രെങ്ത്താണ്. ഇത് ചെന്നൈക്കുളം അങ്ങനെ പാക്കായിട്ടല്ല അല്ലേ? ചെന്നൈക്കുളം പാക്കായിട്ട് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് പിന്നെയും ഉണ്ടായി വരികയാണ്. ഇൻസ്റ്റിങ്ക്റ്റ് ഇവിടെ ഉണ്ടല്ലോ, ഓൾറെഡി ഉണ്ട്. ആ ഇൻസ്റ്റിങ്ക്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരിയുണ്ട്, ഞാൻ പരസ്യമായിട്ട് തന്നെ പറയാം, ഞാൻ റോഡിൽ കൂടെ നടക്കുമ്പോഴത്തേക്ക് എന്നെ ഏത് തെരുവ് പട്ടി കണ്ടാലും എന്നെ അറ്റാക്ക് ചെയ്യില്ല. എനിക്ക് 100% ഉറപ്പാണ്. എന്നെ കടിക്കില്ല, എന്നെ അറ്റാക്ക് ചെയ്യില്ല. അൺലെസ് അതിന് പേ ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ബട്ട് സാധാരണഗതിയിൽ തെരുവട്ടി എന്നെ കണ്ട അറ്റാക്ക് ചെയ്യില്ല. കാരണം എൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ അതാണ്. അവരത് ഈസിയായിട്ട് ഗ്രസിക്കും, പെട്ടെന്ന് മനസ്സിലാക്കും അത്, ആ ബോഡി ലാംഗ്വേജ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് അവർക്ക് ഹാനികരമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് സെൻസ് ചെയ്യുകയും ചെയ്യും. നമ്മൾ എന്തെങ്കിലും ചെയ്തതിന് മുമ്പ് അവരിങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. കുനിഞ്ഞ് കല്ലെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലത് ഓടും. പക്ഷെ പാക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ ഒന്നിച്ച് അറ്റാക്ക് ചെയ്യും. അത് സാർ, ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചാണ്, ഇന്ന് പത്രത്തിൽ അതായത് 10 മാനിനെ ഒരു കൂട്ടം നായ്ക്കൾ ഇന്ന് കടിച്ചു കൊന്നു. 10 മാനുകളുടെ ഒരു കൂട്ടം. അപ്പോൾ ആ ഒരു ഹണ്ടിങ് മെൻറ്റാലിറ്റി ഇവർക്ക് വന്നു തുടങ്ങി എന്നാണ് അർത്ഥം. അതെ, വൈൽഡ് ഡോഗ്സിനെ പോലെ അല്ലേ? അതെ. അത് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു വൃദ്ധ വീടിന് വെളിയിൽ മൂത്രമൊഴിക്കാനായിട്ടിരുന്ന ഒരു വൃദ്ധ സ്ത്രീയെ കടിച്ചു കീറി, അവരുടെ മാംസം കടിച്ചു കീറി തിന്നു കളഞ്ഞു. അപ്പോൾ വൈൽഡ് ഇൻസ്റ്റിങ്ക്റ്റ് എപ്പോഴും ഇവർ ബേസിക്കലി ആ കുറുക്കനും ഊളനും ചെന്നായിയൊക്കെ തന്നെയാണ്. അവർ നമ്മളൊക്കെ വന്നപ്പോഴത്തേക്ക് ഡൊമസ്റ്റിക്കേറ്റഡ് ആയി. പക്ഷെ ഇവരെ നിയന്ത്രിക്കാൻ പറ്റായികയൊന്നുമില്ല. തുടക്കത്തിലേ ചെയ്യണം. ഞങ്ങളുടെ മൃഗസംരക്ഷണ വകുപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ വർഷങ്ങൾക്ക്, എനിക്ക് ഓർമ്മയുണ്ട്, 1996 മുതലേ ഇത് പറയുന്നുണ്ട്. ഈ സ്ട്രേ ഡോഗ്സിൻ്റെ എണ്ണം പോപ്പുലേഷൻ കൂടി വരുന്നുണ്ട്, അത് കൺട്രോൾ ചെയ്യാൻ ഇന്ന മെഷേഴ്സ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ചെയ്യേണ്ടത് അധികാരികളാണ്. അപ്പം നമ്മളത് ടെക്നോളജിസ്റ്റ് എന്ന രീതിയിൽ ഞങ്ങളുടെ അസോസിയേഷനും ഞങ്ങളുടെ വകുപ്പും എല്ലാം കൃത്യമായിട്ട് ഇതിൻ്റെ നിർദ്ദേശങ്ങൾ അതാത് ഗവൺമെൻറ്റിന് കൊടുത്തിരുന്നു. അന്നത് കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ അന്നും വന്ധ്യീകരണ ശസ്ത്രക്രിയയെ പറ്റി ഞങ്ങൾ പറഞ്ഞിരുന്നു കൃത്യമായിട്ട്. അന്നൊക്കെ വളരെ എണ്ണം കുറവായിരുന്നു. അന്നൊക്കെ വന്ധ്യീകരണം കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ പോലെ പോപ്പുലേഷൻ കൂടില്ലായിരുന്നു. ഇത് കൺട്രോൾ ചെയ്യണം. ഇതിനൊക്കെ കൊന്നൊടുക്കുക എന്ന് പറയുന്നത് ഒരു പരിഹാരമല്ല. കൊന്നൊടുക്കുന്നത് ഞാൻ ഒരിക്കലും ഒരു മൃഗസ്നേഹി എന്നുള്ള രീതിയിൽ അതായിട്ട് യോജിക്കാനേ പറ്റില്ല. സാർ, പല രാജ്യങ്ങളും ഇപ്പോൾ നമ്മൾ കൊന്നൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരെ മീഡിയകളിൽ കാണിക്കാൻ തുടങ്ങും. കാരണം ചൈനയ്ക്കെതിരെ
അതേപോലെ കൊറിയ, ഇവരെയൊക്കെ ഇതിൻ്റെ മാംസം കഴിക്കുന്നവരാണ്. പക്ഷേ എന്താ വെച്ചാൽ ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഇവരിങ്ങനെ കഴിക്കുന്നതാണ്. കാരണം മനുഷ്യൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഡോഗ്, ഇതിനെ കഴിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചൈനക്കാരൊക്കെ മോശമാണെന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പോയി നോക്കിയാൽ. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ രാജ്യത്തിൻ്റെ ഒരു പ്രതിച്ഛായനെ പോലും അത് ബാധിക്കുന്നത്. തീർച്ചയായിട്ടും ബാധിക്കണമല്ലോ. അതൊരിക്കലും പാടില്ല. ഇപ്പം ശ്രീനാഥ് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ദ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്, ദ ബെസ്റ്റ് കമ്പാനിയൻ തന്നെയാണ്. ഇൻവേരിയബിളി എനിക്ക് എവിടെ വേണമെങ്കിലും പറയാം, ദ ബെസ്റ്റ് കമ്പാനിയൻ ഡോഗ് തന്നെയാണ്. ഡോഗ് അത് കഴിഞ്ഞ് എന്തും വരുള്ളൂ. അപ്പോൾ അത് ഇന്നും തന്നെ തുടങ്ങിയാണോ? ഫോർ ദ ലാസ്റ്റ് 5000 years, 5000 വർഷങ്ങളായിട്ട് നമ്മുടെ സന്തത സഹചാരിയാണ്. അത്രയും എമോഷണലി അത്രയും നമ്മുടെ അടുത്ത് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയെ കൊല്ലാനോ പിടിക്കാനോ ഇത് എങ്ങനെ തോന്നും? ഒരു തെരുവിൽ നിൽക്കുന്ന ഒരു പട്ടിയെ കണ്ടു കഴിഞ്ഞ് എനിക്കതിനെ തടവാനല്ലാതെ വേറൊന്നും മനസ്സിലോട്ട് വരിക പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ തന്നെ അവർക്കറിയാം, ദൈന്യതയോടുകൂടി അവരുടെ കണ്ണുകളിലേക്ക് നോക്കും. സ്നേഹത്തിൻ്റെ ആ ഒരു തിളപ്പ്, എൻ്റെ കണ്ണുകളിലെ തിളപ്പ് അവർക്ക് മനസ്സിലാവും. അവരൊന്നെ ചെവി ബാക്കിലോട്ടാക്കി വാലാട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് വരും. ഞാനിങ്ങനെ നടന്നു പോവുകയാണ്, എൻ്റെ വൈഫ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരുന്നിട്ട് വിളിക്കും, ആ മക്കളെ എന്ന് വിളിക്കും. ഒരു 150 തെരുവട്ടിൽ എൻ്റെ അടുത്ത് വരും. എൻ്റെ വൈഫ് ഓടി പോകും. വൈഫിന് പേടിയില്ല, സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ പേടിച്ചു ഇതെല്ലാം കൊണ്ട് കടിക്കുമോ അവളുടെ ഹസ്ബൻഡ്. ആ ഒരു ശീലം വേണം, ശീലം ഉണ്ടാവണം. അപ്പോൾ ഞാനിങ്ങനെ കൈ നീട്ടിയാൽ മതി, എല്ലാവരും ഓടി വരും. എൻ്റെ അടുത്ത് ഒരു 150 പേരുടെ ചുറ്റും കൂടി വാലാട്ടി ചുറ്റും നിൽക്കും. കാരണം എൻ്റെ അച്ഛൻ നല്ലൊരു ഡോഗ് ലവറാണ്. അപ്പോൾ അതിൽ എനിക്ക് ഈ നായ്ക്കളോടുള്ള സ്നേഹം, നായ്ക്കൾ നല്ല മൃഗങ്ങളോടുള്ള സ്നേഹമാണ്. അച്ഛൻ പണ്ട് ഈ അങ്ങാടിയിൽ നിന്നൊക്കെ വരുമ്പോൾ നായ്ക്കളൊക്കെ അച്ഛൻ്റെ കൂടെ വരുമായിരുന്നു. എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് സെൻസ് അതെങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഞാൻ പോകുമ്പോഴും വലിയങ്ങാടിയിലൊക്കെ ഞാൻ നടന്നു പോകുമ്പോഴൊക്കെ ഇവർക്ക് നമുക്ക് അറിയാം, അവർ നമ്മളടുത്തേക്ക് വരും, വാലാട്ടും. സാറ് പറഞ്ഞത് ആ ചെവി പിന്നോട്ടാക്കിയിട്ട് ആ വാലാട്ടും, അത് നമുക്ക് മനസ്സിലാവും. സ്നേഹപ്രകടനമാണ് അതിൻ്റെ. മുട്ടി ഉരുമ്മി നക്കും. അവർ നക്കുന്നത് ഉമ്മ വയ്ക്കുന്നതാണ് ശരിക്കും. ഇത് കാരണം അവർ നമ്മളോടുള്ള അസോസിയേഷൻ കൊണ്ട് അവർക്ക് തന്നെ മാറ്റം വന്നിട്ടുണ്ട്. കാട്ടിലെ കുറുക്കൻ്റെ സലൈവ എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സലൈവയിൽ അമൈലേസ് എന്ന് പറയുന്ന എൻസൈം ഇല്ല. കാരണം അവർക്ക് അമൈലേസ് ആവശ്യമില്ല. അമൈലേസ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, പഞ്ചസാര ദഹിപ്പിക്കുന്ന ഒരു ദഹനരസമാണ്, എൻസൈമാണ്. അത് കാട്ടിലെ കുറുക്കൻ്റെ സലൈവയിലില്ല. പക്ഷെ നമ്മുടെ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന എൻ്റെ പെറ്റായിട്ടുള്ള എൻ്റെ കൂടെ എൻ്റെ ബെഡിൽ കിടത്തി വളർത്തുന്ന എൻ്റെ ചിച്ചുമോള്, എൻ്റെ ഷിഡ്സുവിൻ്റെ സലൈവ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അമൈലേസ് ഉണ്ടാവും. അതിൻ്റെ കാരണം ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മളുടെ ഫുഡിലേക്ക് അവനെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരിക. അപ്പം നമ്മുടെ ഫുഡ് കഴിക്കാൻ അവൻ നിർബന്ധിതനാകുന്നു. നമ്മൾ ഓംനിവോർസാണ്, നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡാണ്. അതുകൊണ്ട് നമ്മുടെ സലൈവയിൽ ഇഷ്ടംപോലെ അമൈലേസ് ഉണ്ട്. അത് ഡൈജസ്റ്റ് ചെയ്യാൻ അവൻ നിർബന്ധിതനായി. അപ്പോഴത്തേക്ക് നാച്ചുറലി ലാമാർക്കിൻ്റെ തിയറി അനുസരിച്ച് അഡാപ്റ്റേഷൻ വന്നു. ലാമാർക്കിൻ്റെ തിയറി പറയുന്നത് പറഞ്ഞാൽ പണ്ട് ജിറാഫിന് കഴുത്തിന് നീളമില്ലാത്തൊരു ജീവിയായിരുന്നു. പക്ഷേ അത് മുകളിലേക്ക് ബ്രൗസ് ചെയ്യാൻ തുടങ്ങി, കഴുത്ത് നീട്ടി ബ്രൗസ് ചെയ്യാൻ തുടങ്ങി. മില്യൺസ് ഓഫ് ഇയേഴ്സ് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കഴുത്ത് നീണ്ട കഴുത്തായി മാറി. ഇത് അക്സെപ്റ്റബിൾ തിയറിയാണ്. ഈ തിയറി അനുസരിച്ചിട്ട് പതുക്കെ ഇവൻ്റെ വായിൽ അമൈലേസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അവന് മീറ്റല്ല കൂടുതൽ കഴിക്കുന്നത്. കാട്ടിലാണെങ്കിൽ അവൻ മീറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ മീറ്റല്ല, ഇവിടെ വന്നപ്പോൾ പെറ്റ് ഫുഡായി, ചോറായി, ഗോതമ്പായി, തവിടായി, എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മീറ്റ് ഡൈജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അവന് അധികം ഡൈജസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇൻഡസ്ട്രീൻ അത്ര നീളത്തിൻ്റെ ആവശ്യമില്ല. സ്മോൾ ഇൻഡസ്ട്രീൻ ചുരുങ്ങാൻ തുടങ്ങി. 1.5 അടിയോളം ഇൻഡസ്ട്രീൻ ചുരുങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടുപട്ടികൾക്ക്. അങ്ങനത്തുള്ള കുറേ വ്യത്യാസങ്ങളുണ്ടായി. ഇൻഡസ്ട്രീൻ്റെ അകത്ത് അമൈലേസ് ഉണ്ടാവുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ് ദഹിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെയായിരിക്കും ഡോക്ടർ, നമ്മളിപ്പം പണ്ട് പല വർക്കിംഗ് ഡോഗ്സ് ആയിട്ട് തന്നെയാണ് പിറ്റ്ബുള്ള്, അതേപോലെ റോട്ട് വെയിലർ, മറ്റേ അക്കീത്ത ഇനു, അങ്ങനത്തെ ഒക്കെ നായ്ക്കൾ ഭയങ്കര ഗാർഡ് ഡോഗ്സ് ആയിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളെ ഭയങ്കരമായിട്ടുള്ള ഇപ്പോൾ സാറ് വിളിച്ചപ്പോൾ ചിച്ചുവാവെ അങ്ങനത്തെ ഓരോ പേരിട്ടിട്ടാണ് ആൾക്കാർ വിളിക്കുന്നത്. വായിൽ ഭക്ഷണം കൊടുക്കുന്നത്, ആർക്കൊരു പേടിയില്ല. എന്നിട്ട് അത് ഇൻസ്റ്റാഗ്രാം റീൽ ഭയങ്കര ഓടുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ മനുഷ്യൻ്റെ ഒരു പെരുമാറ്റത്തിൽ അതേ വീട്ടിനകത്ത് വളർത്താൻ തുടങ്ങി. അതുകൊണ്ടാണോ ഇവറ്റകളൊക്കെ അവരെ ഒറിജിനൽ ഒരു മനസ്സുണ്ടാവുമല്ലോ, അതായത് ഇൻസ്റ്റിങ്സ് ഒക്കെ മാറ്റി നമ്മളിലേക്ക് വരുന്നത് ഈ കാലാന്തരത്തിൽ വന്ന ഈ മാറ്റങ്ങൾ കൊണ്ടായിരിക്കും അല്ലേ? നമുക്കതിന് ചേഞ്ച് വരുത്താൻ പറ്റും കേട്ടോ. നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. ഉദാഹരണത്തിന് ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അല്ലെങ്കിൽ വീഡിയോയിൽ തന്നെ ഒരു റോട്ട് വീലർ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്, തറയിൽ കിടന്ന് വാവേ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട്. പാപ്പം തിന്നാൻ കൈകൊടുത്ത് എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട്. അതേസമയം തന്നെ വേറൊരു വീഡിയോ കാണിക്കുന്നുണ്ട്, ഒരു റോട്ട് വീലർ ഒരു പ്രതിയെ ചേസ് ചെയ്ത് ഓടിച്ചിട്ട് പിടിക്കുന്നതും കാണിക്കുന്നുണ്ട്. രണ്ടും കാണിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ. അത് ഭയങ്കര അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജെനുസാണ് ഡോഗ്സ് അല്ലേ? എല്ലാ തരം ഇതിനും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് തരമുള്ള വേറെ ജന്തുക്കളില്ലല്ലോ.
ഇതുപോലെ വേറെ ഒരു പ്രകൃതി ഇല്ല എല്ലാ ഇതും അതായത് ടോയ് ബ്രീഡ് ആകുമ്പോൾ ചെറുതാണ്, നമ്മളെല്ലാ കാര്യത്തിനും ഡോഗ്സിനെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ അത് ഭയങ്കര അത്ഭുതം. നമ്മൾക്ക് അതിനെ അഡാപ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഏത് രീതിയിൽ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മൾ എങ്ങനെ വളർത്തുന്നു അതുപോലെ ഇരിക്കും, ഡിസിപ്ലിൻ കൊടുക്കുന്നു അതുപോലെ ഇരിക്കും. അതുപോലെ ഡോക്ടർ ഡോക്ടർ ഇപ്പം സ്മോൾ അനിമൽസിലൊക്കെ നോക്കുമ്പോൾ ഇപ്പം പറഞ്ഞു ഒരാളെ ഓടിച്ചിട്ട് പിടിക്കുന്നു, അങ്ങനത്തെയൊക്കെ നായ്ക്കളെ പോകുമ്പോൾ അപകട സാധ്യത കൂടുതലില്ലേ ഈ ചികിത്സിക്കുമ്പോൾ, ചിലപ്പോൾ കടിക്കാം. പക്ഷെ ഞാനെപ്പോഴും മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ചില ഓണേഴ്സ് പറയും കടിക്കില്ല, പക്ഷേ എന്താ വെച്ചാൽ അവരെയായിരിക്കും കടിക്കാത്തത്. പുറത്തുനിന്ന് ആൾക്കാർ അങ്ങനെ കടി കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്തൊക്കെ മുൻകരുതലാണ്, എങ്ങനെയാണ് കടി കിട്ടില്ല എന്ന് സാധിക്കും, അങ്ങനെ കടി കിട്ടിയിട്ടുണ്ടോ? 13 തവണ എന്നെ പട്ടിയടിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ഡോഗിനോടും പരാതിയില്ല. കാരണം അതൊക്കെ അവൻ നമ്മളെ പോലെയല്ല. അവൻ്റെ ഇഷ്ടക്കേട് തോന്നുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കുന്നു തോന്നുമ്പോഴത്തേക്കോ അവനെ സംബന്ധിച്ചോളം ഞാനൊരു ഉപദ്രവകാരിയാണ്, ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവനാണ്. അപ്പോൾ ആ പാവപ്പെട്ട മിണ്ടാപ്രാണിയെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ 13 തവണ കടിയിട്ടുണ്ട്. ഒരു ദിവസം എന്നെ കടിച്ച് ഉരുട്ടി കളഞ്ഞൊരു പട്ടി, ചന്നം പിന്നെ കടിച്ച് കീറി. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചേക്കാം. ഈ ചന്നം പിന്നെ കടിച്ച് കീറിയവൻ എന്ന് പറഞ്ഞാൽ അവനെ നോക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ വേറൊരു വീട്ടിൽ പോയായിരുന്നു. അവിടെ ഒരു ബോക്സർ പട്ടിക്കുട്ടി, ഫീമെയിൽ പട്ടിക്കുട്ടി, അതിൻ്റെ വജേനെ കൊണ്ട് ബ്ലഡ് വരുമെന്ന് പറഞ്ഞിട്ടാണ് പേടിച്ച് വിളിച്ചത്. ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് പ്രിമച്ചുറായിട്ട് അത് ഹീറ്റായിരിക്കുകയാണ്, പീരിയഡ്സ് ആയിരിക്കുക. അങ്ങനെ അതിനെ എൻ്റെ മടിയിലെടുത്ത് കളിപ്പിക്കുകയും ചെയ്തു. ഞാൻ കളിപ്പിച്ചിട്ടാണ് അടുത്ത വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു വലിയ പട്ടി നിൽക്കുക, ഒരു ജർമ്മൻ ഷെഫേർഡ്. അവനൊരു ഋഷ്യശൃംഖനായിരുന്നു. അതായത് വൈശാലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഋഷ്യശൃംഖൻ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. മുനികുമാരനാണ്. അപ്പം മുനികുമാരൻ വളരുന്നത് ഒരിക്കലും സ്ത്രീകളെ കാണാതെ വളരുന്നത്. അതെ എന്ന് പറഞ്ഞ പോലെ ഈ ജർമ്മൻ ഷെഫേർഡ് ഒരു ഋഷ്യശൃംഖനായിരുന്നു. ഇതുവരെ ഫീമെയിൽസിനെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അവൻ നോക്കി മതിപ്പിക്കുന്നൊരു മണം, ഈ ഫീമെയിലിൻ്റെ ഹീറ്റായതൊന്ന് ഫീമെയിലിൻ്റെ മണമാണ്. അവനിങ്ങനെ ആസ്വദിച്ച മണം പിടിക്കുന്നുണ്ട്. അവന് സെക്ഷൽ എറോസൽ ഉണ്ടായി, നാച്ചുറൽ. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിക്കുന്ന അനുഭൂതിയാണത്. സെക്ഷൽ എറോസൽ ഉണ്ടായി. ഞാനാണ് ആ ഫീമെയിൽ എന്നൊരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവും. എൻ്റെ കാലിൻ്റെ മുകളിൽ കയറി അവൻ കസരത്ത് കാണിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി അവൻ സെക്ഷലി അവൻ വൈൽഡായി വരുന്നതും അവൻ്റെ മുഖഭാവം മാറുന്നതും ഒക്കെ ഞാൻ കണ്ട്. അവൻ കടിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഞാൻ പിടിച്ച് മാറ്റാൻ പറയുന്നതിന് മുമ്പ് തന്നെ അവൻ കടി തുടങ്ങി. കടിച്ച് പറിച്ചു, കാലൊക്കെ ആദ്യം കടിച്ച് പറിച്ചു, പിന്നെ കൈ കടിച്ച് പറിച്ചു, പിന്നെ കടിച്ച് തറയിലിട്ടിട്ട് ദേഹത്തൂടെ കയറി ഇരുന്ന് ചന്നം പിന്നെ കടിച്ച് കളഞ്ഞു. അപ്പോൾ ഇത് പട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ മിണ്ടാപ്രാണിയാണ്, ചിന്തിക്കാൻ ശേഷിയില്ലാത്തവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഋഷ്യശൃംഖനായിരുന്നു. അവൻ നോക്കുമ്പോൾ ഒരു ഫീമെയിൽ ആണ്, ഹീറ്റിലായി നിൽക്കുന്ന ഫീമെയിൽ അടുത്ത് നിൽക്കുകയാണ്. മതിപ്പിക്കുന്ന ആ ഒരു സെക്ഷൽ സ്മെല്ലാണ് അവന് കിട്ടിയത്. അവിടെ അവൻ സെക്ഷലി എറോസ്ഡായി മാറുക. അവൻ സെക്ഷൽ എറോസൽ കംപ്ലീറ്റ് അഗ്രഷനിലേക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്തു. നമുക്ക് സബ്സ്റ്റാൻഷ്യബിളാണ് അതൊക്കെ. പക്ഷേ ട്രോമ ഉണ്ടായത് എനിക്കാണ്. അതെ, കടി കിട്ടിയത് കാരണമാണല്ലോ. സാറിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത് വെറ്റിനറി ഡോക്ടറായി കഴിഞ്ഞാൽ, അതായത് ഒന്നെങ്കിൽ വൈൽഡ് ലൈഫിൽ ചികിത്സിക്കാൻ പോവാം, അല്ലെങ്കിൽ ഈ സ്ലോട്ടർ ഹൗസുകൾ, അങ്ങനത്തെ പല പല കർമ്മമണ്ഡലത്തേക്ക് പോവാം. അതിൽ സാറിൻ്റെ ഒരു സുഹൃത്ത് ഒരു ആനയെ തളയ്ക്കുന്നതിന് സമയത്ത്, മയക്കുപിടിക്കുന്ന സമയത്ത് മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഈ അടുത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. അതായത് നമ്മളെ ആന ഉണ്ടല്ലോ, ഭയങ്കര ഫാൻസൊക്കെ ഉണ്ടായിരുന്നു. അതിനെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വെറ്റിനറി ഡോക്ടർമാർ മയക്കുപിടി വെച്ചിട്ട് വേറെ സ്ഥലത്തേക്ക്, ഈ അരിക്കൊമ്പൻ അതേപോലെ തന്നെ അതിൻ്റെ അടിയിലൊക്കെ ഡോക്ടറെ ചീത്ത പറഞ്ഞിട്ടാണ് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത്. അതേപോലെ പിന്നെയും കണ്ടു ഞാൻ, അതായത് നമ്മൾ വയനാട്ടിൽ ഒരു നരഭോജി കടുവയെ ഇവർ മയക്കുമരുന്ന് പിടിക്കുമ്പോൾ അതിൻ്റെ അടിയിലും ഈ മൃഗസ്നേഹികൾ എന്ന കപട മൃഗസ്നേഹികളായിട്ട് ആൾക്കാർ തെറി പറയാണ്. മൃഗസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈക്വൽ ബാലൻസ് ആണ്. അത് നമുക്കൊരു ബാലൻസ് വേണമല്ലോ. അപ്പോൾ സാറിന് അത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. കാരണം സാറിന് അത്രയും ആർജവത്തോടെ വർക്ക് ചെയ്യുന്ന സാറിൻ്റെ ഒരു ഫ്രണ്ട് സാറിന് നഷ്ടപ്പെട്ട ഒരു അനുഭവം അതിൽ പറയുന്നുണ്ട്. അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി, എന്താണ് അവർ അങ്ങനത്തെ ആളുകൾ, അങ്ങനത്തെ വെറ്ററിനറിയൻസ് ഒരു ജീവൻ പോലും പണയപ്പെടുത്തി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി അതിൻ്റെ സീരിയസ്നെസ് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി സാറിന് അതൊന്ന് വിവരിക്കാൻ പറ്റുമോ? ഗോപകുമാർ എന്ന് പറഞ്ഞിട്ടൊരു സാറിൻ്റെ ഫ്രണ്ട്. അരിക്കൊമ്പൻ എന്നുള്ളത് അതിലേക്ക് വരാം. അതിന് മുമ്പ് ഞങ്ങളുടെ വെറ്ററിനറീസിൻ്റെ കർത്തവ്യമാണ് ഈ അനിമലിൻ്റെ ട്രാങ്കുലൈസേഷനൊക്കെ. നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു പുലി, കടുവ, ഒരു കാട്ടാന, അല്ലെങ്കിൽ നാട്ടിലുള്ളൊരു നാട്ടാന പെട്ടെന്ന് മതം പൊട്ടുക, അത് പരാക്രമണം കാണിക്കുക, ഇതിനെയൊക്കെ മെരുക്കുക എന്നുള്ളതും ഞങ്ങളുടെ കർത്തവ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇമ്മൻസ് റിസ്ക് ഉണ്ട്. ഇപ്പോൾ കാട്ടാനകളെ മെരുക്കാനായിട്ട് നമ്മൾ എല്ലാത്തിനെയും മെരുക്കാനായിട്ട് പൊതുവെ ഉപയോഗിക്കുന്ന ഡാർട്ടിങ് എന്നൊരു സമ്പ്രദായമാണ്.
മയക്കുപിടി സാധാരണ ഈ തോക്കെന്ന് പറയുന്നത് 12 ബോർ ഗൺ, ഒരു മോഡിഫൈഡ് 12 ബോർ ഗൺ തന്നെയാണ്. അതിൻ്റെ അകത്ത് വെടിയുണ്ടയ്ക്ക് പകരം ഒരു പ്രത്യേക സിറിഞ്ച് ഉപയോഗിക്കുന്നത്. ഈ സിറിഞ്ചിനെയാണ് ഫയർ ചെയ്ത് വിടുന്നത്. അപ്പോൾ ഈ സിറിഞ്ച് ചെന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയും, നല്ല വെയിറ്റുള്ള സിറിഞ്ചാണ്. ചെന്ന് അങ്ങനെ ആ മൃഗത്തിൻ്റെ ദേഹത്ത് ചെന്ന് തറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെന്ന് തറയ്ക്കുമ്പോഴത്തേക്കും അവിടെ ചെറിയൊരു ഒരു ട്യൂബ് വെച്ചിട്ടുണ്ട്. ആ ട്യൂബ് തുളച്ച് ട്യൂബ് വെളിയിലിട്ടിട്ട് സിറിഞ്ച് നീഡിലകത്ത് കയറിപ്പോയി പെട്ടെന്ന് തന്നെ ബാക്കിൽ ഉടനെ അത് പുറകിലൊരു ഈയത്തിൻ്റെ ഉണ്ട വെച്ചിട്ടുണ്ട്. അന്ന് അടിച്ച് അകത്തൊരു സ്ഫോടനം ഉണ്ടായി. ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് സംഭവിക്കും. പ്ലഞ്ചർ പെട്ടെന്ന് ടക്കെന്ന് അടിക്കും, അടിച്ച് പെട്ടെന്ന് മരുന്ന് അടിച്ച് കയറ്റുകയും ചെയ്യുന്നത്. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം നടക്കും. അങ്ങനത്തെ ഒരു പ്രത്യേക തരം സിറിഞ്ചാണ്. ഈ പ്രൊസീജിയറിന് ഡാർട്ടിങ് എന്നാണ് പറയുന്നത്. ഈ ഗണ്ണിന് ക്യാപ്ചർ ഗണ്ണെന്നാണ് പറയുന്നത്. ഞാനതിൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ ആളാണ്, ഞാൻ ഡാർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിരണ്ട് നിൽക്കുന്ന മൃഗങ്ങളോ അല്ലെങ്കിൽ നാട്ടിലേക്ക് പ്രവേശിക്കുന്ന കാട്ടുമൃഗങ്ങളോ കാട്ടിൻ്റെ അകത്തൊന്നും കിട്ടാതാവുമ്പോൾ പക്ഷേ നാട്ടിലേക്ക് കയറും. നാട്ടിൽ നമ്മളെ വളർത്തുന്ന ചെറു പശുവിനെയോ കാളയോ പോത്തിനെയോ ആടിനെയോ ഒക്കെ പിടിച്ചോണ്ട് പോകും. ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിൽ മനുഷ്യരെ തന്നെ ഇതിനെ പിടിച്ചു കളയും. അതൊക്കെ അപകടകരമാണ്. അപ്പം അതിനെയൊക്കെ പിടിച്ചിട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യണം. ഈ പറയുന്നവർ എളുപ്പമല്ല, ഇവിടുന്ന് ഒരെണ്ണത്തിന് പിടിച്ച് പിടിക്കുന്നില്ലെങ്കിൽ അങ്ങനെ പറയുന്നവർ എളുപ്പമല്ല. ഒരു വലിയൊരു കടുക ആദ്യം അതിനെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ തന്നെ ഇപ്പോൾ ഡോക്ടർക്ക് പകരം ആരും പോയിട്ട് കാര്യമില്ല. ഡോക്ടർ തന്നെ പരിചയസമ്പന്ന ഡോക്ടർ തന്നെ ക്യാപ്ചർ കൊണ്ടിട്ട് അകത്ത് മുഴുവൻ അരിച്ചു ഉറക്കണം. ഞങ്ങൾക്ക് ഈ ഡോക്ടർമാർക്ക് ഈ പറഞ്ഞ പോലെ പോലീസിന് ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ചങ്കൂറ്റത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് ഇതെല്ലാം. ഇപ്പം എൻ്റെ ഫ്രണ്ട് ഡോക്ടർ അരുൺ സക്കറിയ ഇപ്പോൾ അതിൻ്റെ വളരെ വളരെ എക്സ്പെർട്ടാണ്. എത്രയോ പ്രാവശ്യം അരുൺ സക്കറിയ മരണത്തിൻ്റെ വായിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് എത്രയോ തവണ. ഇപ്പോൾ പബ്ലിക്കിന് വേണ്ടിയിട്ടാണിത്, അല്ലെ സമൂഹത്തിന് വേണ്ടിയിട്ടാണിത്. എത്രയോ തവണ എനിക്കറിയാം. അവനെ ഈ ഇടയ്ക്ക് അരുൺ സക്കറിയെ ഒരു പുലി മാന്തിയിട്ട് ഇവിടുത്തെ മാംസമൊക്കെ പോയി. അരിക്കൊമ്പൻ തന്നെ പിടിച്ചതല്ലേ, അരുൺ സക്കറിയെ പിടിച്ചതാണ്, കാലിൽ പിടിച്ചതാണ്. അപ്പോൾ വലിയ റിസ്ക്കാണിത്. ഈ ഡാർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ആദ്യം ലൊക്കേറ്റ് ചെയ്യാൻ പോകണം. ചില മരക്കൊമ്പ് ഇരുന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കും, നമ്മൾ കാണുന്നില്ല. കൂടെ വനപാലകരൊക്കെ ഉണ്ടാവും, വനപാലകരുണ്ടാവുമെന്നുള്ള അവരവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടികളയും. പണ്ടുണ്ടായൊരു സംഭവമാണ്. അത് നമുക്ക് സുഭാഷ് എന്ന് പറഞ്ഞൊരു സീനിയറുണ്ട്. അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു 1.5 കൊമ്പൻ എന്ന് പറഞ്ഞൊരു പഴയ ഒരു വില്ലനുണ്ടായിരുന്നു, കാട്ടാന. അവനെ ഡാർട്ട് ചെയ്യാൻ വേണ്ടി കാട്ടിൻ്റെ അകത്ത് പോയി ഒരു വലിയ പാറ കണ്ട് അതിൻ്റെ അപ്പുറത്ത് 1.5 കൊമ്പനെ കണ്ട് അവിടെ ഡാർട്ട് ചെയ്യാൻ വേണ്ടി 40 ഫീറ്റിൻ്റെ അകത്ത് നിന്നാണ് ഡാർട്ട് ചെയ്യേണ്ടത്. ഒരുപാട് ദൂരെ പോകാൻ പറ്റില്ല, കാരണം ഇത് വെയിറ്റുള്ള സിറിഞ്ചാണെന്ന് നേരത്തെ പറയും. ഇത് അധിക ദൂരം മുമ്പോട്ട് പോവില്ല. ഒരെണ്ണം അടിക്കുമ്പോഴത്തേക്ക് പൊക്കി വെച്ചോണം അടിക്കാൻ. ഇത് കൃത്യം ഇതിനൊക്കെ നമുക്ക് സൈന്യത്തിൻ്റെയോ പോലീസിൻ്റെ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളാരും സൈനികരോ പോലീസോ ഒന്നുമല്ല. ഇതിന് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് കായിക ശേഷി ഉണ്ടാവണമെന്നൊന്നുമില്ല. ധൈര്യത്തിൻ്റെ മുകളിൽ ചെയ്യുന്നതാണ്. അവൻ കറക്റ്റായിട്ട് 40 ഫീറ്റിൻ്റെ അകത്ത് നിന്ന് അവൻ തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് അവൻ്റെ പുറകിൽ നിന്ന് അടിക്കണം. അപ്പോൾ പാറയുടെ പുറകിൽ നിന്ന് അടിക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു കരടി പ്രസവിച്ച് കിടപ്പുണ്ടായിരുന്നു. കരടി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പെറ്റ് കിടക്കുന്ന കരടി വളരെ അഗ്രസീവായിരിക്കും. ചാടി ഡോക്ടറെ പിടിച്ചു ചാന്നം പിന്നെ കടിച്ച് കീറി മൃതപ്രായനാക്കി. വനപാലകരൊക്കെ തോക്കേന്തി വനപാലകർ ഓടി രക്ഷപ്പെട്ട്. അല്ല, അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ അവസാനം കരടി കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് പൊക്കളഞ്ഞ്. ഡോക്ടർമാർ അവർ നോക്കുമ്പോഴത്തെ ഡോക്ടർ മൃതപ്രായനായിട്ട് കിടപ്പുണ്ട്. ശരിക്കും തൂത്ത് വരികണ്ട പോയത് ഡോക്ടറെ. എത്രയോ വർഷങ്ങൾ ഡോക്ടർ ഹോസ്പിറ്റലായിരുന്നു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ റിസ്ക്കാണ് ഇത്. കാട്ടിൻ്റെ അകത്തൊക്കെ പോയി ഒരു ആനയെ ട്രേസ് ചെയ്യുക, അല്ലെങ്കിൽ കടുവയെ ട്രേസ് ചെയ്യുക, അതിനെ ഡാർട്ട് ചെയ്യുക. ഇനി ഡാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അണ്ടർ ഡോസ് ആണെന്നുണ്ടെങ്കിൽ അവൻ മയങ്ങില്ല, ഡോക്ടറെ ആക്രമിക്കും. പിന്നെ ഓവർ ഡോസ് ആയി കഴിഞ്ഞാൽ അത് മരണപ്പെട്ടു പോകും. അതിന് ഉത്തരം പറയേണ്ടി വരും. ശരിയാണ്. അപ്പം നമുക്ക് തൂക്കി നോക്കിയിട്ടൊന്നും അല്ല, അതിൻ്റെ ബോഡി കണ്ടീഷനോ അതിൻ്റെ മെറ്റബോളിക് അതിൻ്റെ ഡിസീസസോ ഒന്നും പ്രിവെയിലിംഗ് ഡിസീസ് എന്തുണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. ഇതൊന്നും അറിഞ്ഞൂടാത്ത അങ്ങ് അടിക്കുകയാണ് ചെയ്യുന്നത്. എവിടെ കയറി കൊള്ളുന്നു, ചിലപ്പോൾ കണ്ണിൽ കയറി കൊണ്ടാൽ തീർന്നില്ലേ, അവൻ്റെ കണ്ണ് പോകും. അപ്പം കാട്ടാനെ ഡാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാട്ടാന അപ്പോഴേ തിരിഞ്ഞ് നമ്മുടെ നേരെ ഓടി വരും. ഞങ്ങളുടെ സാറന്മാർ അധ്യാപകരുണ്ടെന്ന്, പണിക്കർ സാറ്, ചീരാൻ സാറൊക്കെ എത്രയോ തവണ മരണത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നത്. പണിക്കർ സാറിന് ഒരു വിരലൊക്കെ ഒരുപാട് പരിക്കുകളുണ്ട് ശരീരത്ത്. പണിക്കർ സാറ് പറയുന്നൊരു കഥ, സാർ ഒരിക്കൽ ഒരു ആനയെ ഡാർട്ട് ചെയ്ത് കഴിഞ്ഞ് ആന തിരിഞ്ഞ് ഓടി വന്ന് സാറ് ഓടി പോകുമ്പോഴത്തേക്ക് പൊട്ടക്കിണർ കണ്ടു. സാറ് അതിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്ത് ചാടി. ഇതിനൊന്നുള്ള ശരീരശേഷി ഒന്നും ഉണ്ടാവില്ലായിരിക്കും. സാറ് ചാടി പ്രാണരക്ഷാർത്ഥം ഓടുകയല്ലേ. അപ്പോൾ സാറിൻ്റെ കല്ല് തൊട്ടി ഒരു ഇത് പിന്നെ സ്റ്റോൺ, ഒരു കല്ല് അതിൻ്റെ സാറിൻ്റെ കാല് തട്ടിയിട്ടൊരു സ്റ്റോൺ അതിൻ്റെ അകത്ത് വീണ്. പുറകെ വരുന്ന ആന നോക്കി ബ്ലുമ്മെന്നൊരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ ആന വിചാരിച്ച് പുള്ളി അതിൻ്റെ അകത്ത് ഡോക്ടർ അതിൻ്റെ അകത്ത് വീണു. ആന അപ്പം തന്നെ ഒരു മരം പിഴുതെടുത്തിട്ട് അതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ കുത്തുകയാണ് ഡോക്ടറെ ഇനി കശക്കാനായിട്ട്.
ആന ഭയങ്കര ബുദ്ധിയുള്ള ജന്തുവാണ്. പിന്നെ ഡോക്ടർ ദൂരെ സാറ് ദൂരെ നോക്കിയിട്ട് നിൽക്കുകയാണ് ആന അത് ചെയ്യുന്നത്. കുത്തി കുത്തി നിന്ന് ആന അങ്ങ് മയങ്ങി. അപ്പം സാറ് എൻ്റെ അടുത്ത് വീണ്ടിരുന്നെങ്കിലോ? അയ്യോ. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇതുപോലെ തന്നെയാണ് എൻ്റെ ക്ലാസ്മേറ്റ് ഗോപകുമാർ. ഗോപൻ്റെ വീട് കരുനാഗപ്പള്ളിയാണ്. അവന് ജോലി ചെയ്യുന്നത് പത്തനംതിട്ട മല്ലപ്പള്ളിയിലാണ്. അവിടെ ഇതുവരെ ആന ഇടഞ്ഞു. അവൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ചതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, എടാ ഞാൻ ഒരു പഗ്ഗിനെ കണ്ടു, പഗ്ഗിൻ്റെ സ്കിൻ ലീഷൻസ് ആണ്. അന്ന് ഇമെയിൽ അയച്ചിട്ടുണ്ട്, നീ അതൊന്ന് നോക്കണം. ഞാൻ പറഞ്ഞു ഞാൻ രാത്രി നോക്കാം. അങ്ങനെ രാത്രി നോക്കി അതൊക്കെ അവൻ മെയിലൊക്കെ അയച്ചു. പിറ്റേന്നാണ് അവൻ മരണപ്പെടുന്നത്. അപ്പം പിറ്റേന്ന് ഞാൻ രാവിലെ 11 മണിയാകുമ്പോൾ വാർത്ത അറിയുകയാണ് അവനെ ആന ചവിട്ടി കൊന്നു എന്ന്. അപ്പോൾ അവിടെ വെച്ചൊരു ആന മയങ്ങി ആനയുടെ പുറകെ നിന്ന് ഡാട്ട് ചെയ്തപ്പോൾ ആൾക്കാർ ചുറ്റും കൂടി ആൾക്കാർ കല്ലെറിഞ്ഞ് ആനയെ പ്രകോപിപ്പിച്ച്. അത് കാരണം പറ്റിപ്പോയതാണ്. ആന ആദ്യം ഡാട്ട് ചെയ്ത് ആന ഭയങ്കര പ്രകോപിതനായി. ഈ ആനയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെയൊന്നും ക്രൂരമായിട്ടൊന്നും പീഡിപ്പിക്കാൻ പാടില്ല. ആന ഭയങ്കരമായിട്ട് പ്രകോപിതനായി. ഗോപൻ ആദ്യം ഡാട്ട് ചെയ്തു. ആ ഡാട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല. അതിനുശേഷം പിന്നെയും ഓടി. ഗോപൻ ഒരു ബൈക്കിൻ്റെ ബാക്കിൽ ഇരുന്ന് പോയി. എന്നിട്ട് ആന ഒരു പറമ്പിൽ കയറി നിൽക്കുമ്പോൾ ഗോപൻ അവിടെ എത്തി. ഗോപൻ ഒരു സ്ഥലത്ത് നിന്നിട്ട് 40 ഫീറ്റിൻ്റെ അകത്ത് നിൽക്കണം. 40 ഫീറ്റ് എന്ന് പറഞ്ഞാൽ അധികം ദൂരമൊന്നും ഇല്ല. ആന ആകെപ്പാടെ അഗ്രസീവായിട്ട് നിൽക്കുകയാണ്. ആനയുടെ പുറകിൽ പതുക്കെ നിന്നിട്ട് ആന രണ്ടാമതും ഡാട്ട് ചെയ്തപ്പോൾ ആന പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ഗോവനെ തന്നെ കണ്ട്. ഗോവനെ പിടിക്കണം എന്നുള്ള ആ ഒരു ഒറ്റ ഡിറ്റർമിനേഷനോടുകൂടി ആന ഓടി വരുന്നത്. ആന ഓടി വരുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഈ നമ്മൾ ഡാട്ട് ചെയ്യാൻ പോകുന്ന ഡോക്ടർ വളരെ ലൂസായിട്ടുള്ള പാൻറ്റ് വേണം ഇടാൻ. എങ്ങനെ വേണം എന്തും ചാടി കിടക്കാനുള്ള ലൂസായിട്ടുള്ള പാൻറ്റ് ഇടണമെന്ന് പറയുന്നത്. ഗോവൻ അതുപോലെ തന്നെ കയ്യിരിക്കുന്ന ഡാട്ട് ഗണ്ണുണ്ട്, ക്യാപ്ചർ ഗൺ അപ്പോഴേ എറിഞ്ഞിട്ട് വേണം ഓടാൻ. കാരണം എതിർ ദിശയിലേക്ക് എറിഞ്ഞിട്ട് എതിർ ദിശയിലേക്ക് ഡോക്ടർ ഓടണമെന്നൊക്കെയാണ് വെപ്പ്. ഇതൊരു കഷ്ടകാലത്തിന് ഡോക്ടർ എറിഞ്ഞതുമില്ല. അവനത് കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് പെട്ടെന്നൊരു മതിൽ ചാടാൻ നോക്കുമ്പോൾ ആദ്യത്തെ ചാട്ടത്തിന് പറ്റിയില്ല. പിന്നെ ഒന്നുകൂടെ ചാടാൻ നോക്കുമ്പോൾ ആന തൊട്ട് പുറകിലെത്തിക്കുകയാണ്. പിടിച്ച് കൊന്നുകളഞ്ഞു. അല്ലേ? വളരെ ബലിഷ്ഠനായ ഒരു മനുഷ്യൻ, ഒരു അസുഖങ്ങളും ഇല്ലാത്ത ശരിക്കും അതികായനുള്ള നല്ല ഫിറ്റ് ബോഡി ആയിട്ടുള്ളതായിരുന്നു ഗോപൻ. അപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ടാക്കി. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ ഒരു റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്. അവൻ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു സമൂഹത്തിന് വേണ്ടി. ജീവൻ രക്ഷാ പതക്കൊക്കെ അവന് കിട്ടിയിരുന്നു പോസ്റ്റ് മസ്തലായിട്ട്. എന്നാലും വിലപ്പെട്ട ജീവനല്ലേ പോയത്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയാൻ ആളുകൾ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും ആൾക്കാർ. കാരണം എനിക്കറിയാം, കാരണം ഞാൻ കുറേ വെറ്ററിനറിയൻസായിട്ടും ഇങ്ങനത്തെ ആളുകളായിട്ടും പരിചയമുള്ള ആളാണല്ലോ. അപ്പോൾ അവരെത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഈ പല കാര്യങ്ങളും ചെയ്യുന്നത്. പുറത്തുനിന്ന് കണ്ടിട്ട് ഇതിനെ കുറ്റം പറയാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഡോക്ടറോട് തന്നെ ചോദിച്ചത്. കാരണം ഇത് കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവണം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. കാരണം ഞാൻ കേട്ടിരുന്ന ഞാൻ പോലും ഇമോഷനായിപ്പോയി. അതാണ് ഞാൻ അത് വേണമെന്ന് പറയാനുള്ള കാരണം അതാണ്. പിന്നെ അതേപോലെ അപ്പം നമുക്കൊരു തമാശയുള്ള ഒരു സാറിൻ്റെ ഇൻസിഡൻറ്റിലേക്ക് പോവാം. സാർ കാക്കനാട് വർക്ക് ചെയ്യുന്ന സമയത്ത് പണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പുസ്തകത്തിലാണ് പിന്നെ ഞാൻ ആ കഥ കേൾക്കുന്നത്. ആ കഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു പോലീസ് ഓഫീസർ ആർമി ഓഫീസർ അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആർമിയിൽ നിന്ന് പാങ്ങോട് നിന്നല്ലേ, ആർമി ക്യാമ്പുള്ള അവിടുന്ന് ആൾക്കാർ വന്ന് ഇയാളെ അടിച്ച് പോലീസിൽ കയറി പോലീസുകാരൊക്കെ ഇടിച്ച് ശരിയാക്കി എന്ന് പറയുന്നൊരു കഥ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അപ്പോൾ ഏതോ ഒരു ലോക്കപ്പിൽ കിടന്ന പ്രതിയാണ് പറഞ്ഞത്, അത് ഒരു കള്ളനാണ് പറഞ്ഞത്. ആ സാറുമാരെ പട്ടാളം ഒന്നായിട്ട് ജീപ്പിൽ വരുന്നുണ്ട്, ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത് അവരാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരു കഥ കാക്കനാട് സാറിന് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് കൊമഡോറിൻ്റെ ഒരു നായ മരിച്ചു പോയപ്പോൾ സാറിനല്ല ചെയ്തത്, അത് സാറിൻ്റെ ഒരു സുഹൃത്തായിരുന്നു. സാറിനെയാണ് അത് സോൾവ് ചെയ്യാൻ വിട്ടത്. ആ കഥ എന്ന് പറയുമോ? ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. എൻ്റെ ജൂനിയറാണ് അദ്ദേഹം. വന്ന് നിയമപ്രകാരമുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഷ്ടകാലത്തിന് ഒരു ഡോഗിനെ വാക്സിനേറ്റ് ചെയ്തപ്പോഴത്തേക്കും മരണപ്പെട്ടു, റിയാക്ഷൻ വന്ന് മരണപ്പെട്ടു പോയി. അപ്പോൾ അതിൻ്റെ ഓണർ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഒരു നേവിയിലെ കമ്മഡോറാണ്. കമ്മഡോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരസേനയിൽ ബ്രിഗേഡിയറിൻ്റെ റാങ്കാണ്, ഉയർന്ന പദവിയിലെ ഓഫീസറാണ്. കമ്മഡോർ ആകെ വയലൻ്റായി. അദ്ദേഹം അവിടെ ഭയങ്കര നാശനഷ്ടം ഉണ്ടാക്കി. അല്ല, കസേരയൊക്കെ അടിച്ച് പൊട്ടിച്ചു, ഫയലൊക്കെ എടുത്ത് വെളിയിലെറിഞ്ഞു, ഫോണൊക്കെ അടിച്ച് പൊട്ടിച്ചു. ഡോക്ടർ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിരുന്നത്. പക്ഷേ ഡോക്ടറുടെ കുറ്റമല്ല, ഇറ്റ്സ് കഷ്ടകാലത്തിന് പറ്റിപ്പോയത്. എന്ത് പറയാനാ? അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു നാളെ പിറ്റേന്ന് എങ്ങനെ പോകും. അപ്പോൾ എനിക്കറിയാം അദ്ദേഹം നാളെ രാവിലെ വരും, സർവ്വസന്നാഹമായിട്ട് വരുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയിരുന്നോളാം, ഡ്യൂട്ടിക്ക് ഞാൻ കയറിക്കോളാം. അങ്ങനെ ഡ്യൂട്ടിക്ക് ഞാൻ ചെന്ന് കറക്റ്റ് അതുപോലെ തന്നെ ഒരു 8:15 ആയപ്പോഴത്തേക്ക് അദ്ദേഹം തൂവുള്ള യൂണിഫോം, അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഔദ്യോഗിക യൂണിഫോമിൽ വന്ന് അദ്ദേഹം കൂടെ ഒരുപാട് പട്ടാളക്കാരുണ്ട്. കാര്യം എന്തിനും പോന്ന പയ്യന്മാരാ. വേർ ഈസ് ഡോക്ടർ സോ ആൻഡ് സോ?
ഹീസ് നോട്ട് ഹിയർ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് ഡോണ്ട് യു റിമെമ്പർ മീ ഡോക്ടർ? അപ്പോൾ അദ്ദേഹത്തെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഐ ആം കമ്മഡോർ സോ ആൻഡ് സോ. കമ്മഡോർ സാഹബ് ബൈറ്റിയെ സർ, ബൈറ്റിയെ ബൈറ്റിയെ. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഡെലിബറേറ്റ്ലി ഹി പുട്ട് സം പോയിസൺ ഇൻ ടു മൈ പെറ്റ്. നോ ഡോക്ടർ വിൽ ഡു ഇറ്റ്, ഇറ്റ്സ് നോട്ട് എ പോയിസൺ. അദ്ദേഹം ചെയ്തത് വാക്സിൻ തന്നെയാണ്. ബട്ട് ഇറ്റ് വാസ് സോ അൺഫോർച്ചുനേറ്റ് ദാറ്റ് ഇറ്റ് ഹാപ്പൻഡ്. അതിൽ ഞാൻ ഒരുപാട് വിഷമിക്കുന്നു സർ. അങ്ങയുടെ പെറ്റെന്നുള്ളതല്ല, ഒരു പെറ്റിനും അങ്ങനെ സംഭവിക്കാൻ പാടില്ല, ഒരു ഡോഗിനും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നല്ലൊരു പെറ്റ്, ഇനി നല്ല പെറ്റായാലും അല്ലാത്ത കാര്യം ശരി തന്നെ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയി. ആൻഡ് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ദ ഫോൾട്ട് ഓഫ് എ ഡോക്ടർ. നോ ഡോക്ടർ, ഐ വോണ്ട് ബിലീവ്, ഐ വോണ്ട് ദാറ്റ് ഡോക്ടർ. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തെ പിടിക്കാനും ഉപദ്രവിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ പറയും സാർ പ്ലീസ് വെയിറ്റ് ചെയ്തോളൂ, ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഓഫീസർ വരുന്നു പേര്. അപ്പോൾ ഡിസ്ട്രിക്ട് ഓഫീസർ വന്നു, അദ്ദേഹത്തിനൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് കൊണ്ടുപോയി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഉച്ചവരെ അവിടെ നിന്ന് ഒരുപാട് സംസാരിച്ചു. അതിനുശേഷം മറ്റേ ഡോക്ടറെ വിളിച്ചു വരുത്തി ഒരു മേശയ്ക്ക് ചുറ്റും സംസാരിച്ച്, അതിനിടയ്ക്ക് ഞാനത് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ ബോഡി തുറന്നു നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അത് കംപ്ലീറ്റ് ബ്ലീഡ് ചെയ്തിരിക്കുകയാണ്, മുഴുവൻ ബ്ലീഡിങ് ആണ്. ദാറ്റ് ക്ലിയർലി ഷോസ് ഒരു റിയാക്ഷനാണ്. അൺഫോർച്ചുനേറ്റ്, ഡോക്ടറുടെ കുറ്റമല്ല. കാരണം പലരും പറയാറുണ്ട് ഡോക്ടറെ റിയാക്ഷൻ ഉണ്ടായതിൻ്റെ കാരണം. അപ്പം ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഈ വാക്സിനൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒന്നുമല്ല. ഇത് വളരെ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ടാക്കുന്ന വാക്സിനാണ്. ഒരു വിശ്വാസമാണ് അത് കിട്ടുമ്പോഴത്തേക്ക്, അത് ഓക്കെ, ദാറ്റ് ഇസ് ഗുഡ്. പിന്നെ ഒരു എക്സ്പീരിയൻസും ഉണ്ട്, അത് ചെയ്യുന്നു. എനിക്ക് ചില പ്രത്യേക ബ്രാൻഡിൻ്റെ മുകളിൽ വളരെ വലിയ വിശ്വാസമുണ്ട്. കാരണം അതൊന്നും ചെയ്തൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങ് ചെയ്യുന്നു. അദ്ദേഹം അത് ചെയ്തു. നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായിപ്പോയി. ദ ചാൻസ് ഇസ് ബിലോ 1%. അത് അങ്ങയുടെ പെറ്റിനത് ഉണ്ടായിപ്പോയി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ക്ലാസിക്കലി എ വാക്സിനേഷൻ റിയാക്ഷൻ എന്ന് ഞാൻ റിപ്പോർട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു. എന്തായാലും പിന്നീട് സംസാരത്തിലൊരു നമ്മൾ ഒരു മേശയ്ക്ക് ചുറ്റും സംസാരിച്ചു കഴിഞ്ഞാൽ തീരാത്ത കാര്യങ്ങളില്ലല്ലോ. അപ്പം അങ്ങനെ സംസാരിച്ചു. ഏതായാലും അത് പെറ്റ് മരണപ്പെട്ടു പോയി. അതിനെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാ എഫേർട്ടും അതിന് ചെയ്യുമായിരുന്നു. ബട്ട് അത് സംഭവിച്ചു പോയി. അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് അദ്ദേഹം ആദ്യം വല്ലാതെ വയലൻ്റായി. അത് പ്രത്യേകിച്ച് അന്ന് ഈ ഇൻസിഡൻറ്റ് നടന്ന അന്ന് രാത്രി ഹി ബിക്കെയിം വെരി വയലൻറ്റ്. അത് ക്വൈറ്റ് നാച്ചുറൽ. നമ്മൾ ശരിക്കും ചില ആൾക്കാരെ മകളെ പോലെ എന്ന് പറയാൻ പറ്റില്ല, മകളായിട്ടായിരിക്കും നോക്കുന്നുണ്ടാവും, പിന്നെ മകനായിട്ടായിരിക്കും നോക്കുക. അങ്ങനെ നോക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതൊരു മകൻ നഷ്ടപ്പെട്ട മാതിരിയുള്ള റിയാക്ഷൻ ആയിരിക്കും. പിന്നെ ഇപ്പം ഇത് എനിക്ക് ഞാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെറ്റ് മരണപ്പെട്ടു പോയി. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം വന്നിട്ട് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യുകയാണ്. പക്ഷേ എൻ്റെ സ്റ്റാഫിൻ്റെ കീപ്പർ മിണ്ടാതിരിക്കുക, അദ്ദേഹം ഷൗട്ട് ചെയ്യട്ടെ, ഇറ്റ് ഈസ് ഹിസ് റൈറ്റ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും അദ്ദേഹത്തിൻ്റെ വിഷമമാണ് ഈ പറഞ്ഞു തീർക്കുന്നത്. എന്നോട് പറയാൻ പറ്റുള്ളൂ. ലെറ്റ് ഹിം ടെൽ. അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം. ഞാനായാലും ഒരുപക്ഷെ അങ്ങനെ പ്രതികരിച്ചേക്കും. അദ്ദേഹം പ്രതികരിച്ചോട്ടെ, അദ്ദേഹം ഷൗട്ട് ചെയ്യട്ടെ, അദ്ദേഹം ചീത്ത വിളിച്ചോട്ടെ, അദ്ദേഹത്തിൻ്റെ എമോഷൻസ് അദ്ദേഹം അങ്ങനെ ഒന്ന് തീർക്കട്ടെ. അതുതന്നെ ഞാൻ അവിടെയും പറയുന്നത്, അദ്ദേഹത്തിൻ്റെ എമോഷൻസ് അവിടെ തീർത്തതാണ്. അതേപോലെ ഡോക്ടർ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു വെറ്റിനറിൻ്റെ പാഠ്യപദ്ധതിയും ഒരു മനുഷ്യ ഡോക്ടറുടെ പാഠ്യപദ്ധതിയും ഏകദേശം ഒന്നാണ്. സാറ് പുസ്തകത്തിൽ പറയുന്നുണ്ട് മനുഷ്യന് വരുന്ന എല്ലാ അസുഖങ്ങളും നായ്ക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ മരുന്നുകളും സാറ് നായ്ക്കളിൽ ഉപയോഗിച്ച് നായ്ക്കളെ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാർ FNAC എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഒരു സ്ഥലത്ത് പോയി ഒരു ഡോക്ടറെ അടുത്ത് പോയി പഠിച്ച് അത് കുറേ ഇതുവരെ കണ്ടുപിടിക്കാത്ത രോഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആ പുസ്തകം വായിച്ചു. അതൊന്ന് പറയാൻ പറ്റും, അതെന്താണ് FNAC, എന്താണിത്? അതായത് FNAC, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി. അത് കേരളത്തിൽ ആദ്യമായിട്ട് മൃഗങ്ങളിൽ ചെയ്യുന്ന ആൾ ഞാനാണ്. ഇപ്പോൾ അത് സർവ്വവ്യാപകമായിട്ട് ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് 2001 ഒരു പ്രൊഫസർ ഡോക്ടർ ബലരാമൻ നായർ സാറുണ്ട്. അദ്ദേഹം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട്, അവിടുത്തെ പെത്തോളജിയുടെ HOD, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, അത് കഴിഞ്ഞ് DME ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിട്ടയർ ചെയ്ത് മരിച്ചുപോയി. അദ്ദേഹം ആണ് ഈ അന്ന് കേരളത്തിലെ ഈ FNACയുടെ സൈറ്റോളജി, ഓൺകോ സൈറ്റോളജിയുടെയൊക്കെ തലതൊട്ടപ്പൻ. അദ്ദേഹത്തിൻ്റെ ഒരു ടോക്ക് കേൾക്കാൻ ഞാൻ പോയി. ആ ടോക്ക് കേട്ടെന്ന് സത്യം പറഞ്ഞാൽ ഒരു ടെക്നോക്രാറ്റ് എന്ന രീതിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെന്ന്. തിരിഞ്ഞും മറിഞ്ഞും രാത്രി എനിക്ക് അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ മതിക്കുകയാണ്. അദ്ദേഹത്തിന് 3-way ടെക്നിക്ക് FNAC എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒരു മുഴ കണ്ടു, ഈ മുഴയിൽ നിന്ന്
ചെറിയ നീഡിൽ ഉപയോഗിച്ചിട്ട് സെൽസിനെ കുത്തി വലിച്ചെടുത്ത് ആ സെൽസ് സ്മിയർ ചെയ്ത് സ്റ്റെയിൻ ചെയ്ത് ഏത് സെല്ലാണെന്ന് നോക്കി അത് എന്തുകൊണ്ടാണ് ആ മുഴയുണ്ടായതെന്ന് കണ്ടുപിടിക്കുന്ന ഒരു വളരെ രസകരമായ എന്നാൽ വളരെ ക്രൂഷ്യലായ ഒരു ടെക്നിക്കാണ് FNAC. വളരെ വ്യാപകമായിട്ട് ഹ്യൂമൻസിനെയും ഇപ്പം ഡോഗ്സിനും ചെയ്യുന്നതാണ്. ഞാൻ പിറ്റേന്ന് രാവിലെ എങ്ങനെയോ നേരം വെളുപ്പിച്ച് അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. അപ്പം അദ്ദേഹം ഒരു ചൂടനാണ്. ഞാൻ കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സാർ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ എൻ്റെ പേര് വിനോദ് കുമാർ. പറയൂ എന്താ വേണ്ടത്? സാർ ഞാനൊരു വെറ്ററിനറിയനാണ്. അതിന് ഞാനെന്ത് വേണം? ഞാൻ സാറിൻ്റെ ടോക്ക് ഇന്നലെ കേട്ടിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു സാർ. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല സാർ. എന്താ ഉറങ്ങരുതെന്ന് ഞാൻ ടോക്കിൽ പറഞ്ഞോ? ഇല്ല സാർ. സാർ അങ്ങനെ പറഞ്ഞില്ല. പിന്നെ ഇപ്പോൾ എന്താ വേണ്ടത് പറയൂ. സാർ എനിക്ക് ഈ ടെക്നിക്ക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആർ യു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ പത്തോളജി? അല്ല സാർ, ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് ഉള്ളി. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഗോ ആൻഡ് സ്റ്റഡി സൈറ്റോളജി ആൻഡ് കം. സൈറ്റോളജി അറിയാമോ? സാർ സൈറ്റോളജി ഇനി പഠിക്കാം സാർ. പത്തോളജിയിൽ പഠിച്ചതാണോ? സാർ പത്തോളജി UG ക്ലാസ്സിൽ പഠിച്ച സൈറ്റോളജി മാത്രമേ അറിയുള്ളൂ. അതുപോലെ യു ഗോ ആൻഡ് സ്റ്റഡി ഇൻ ഡെപ്ത്. ഇപ്പോൾ സാറ് കുറേ ബുക്കുകൾ തന്നു. 6 മാസം അതിരുന്ന് പഠിച്ചിട്ടാണ് ചെന്നത്. പഠിച്ചു പിന്നെ കുറേ കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞതെന്ന് ചോദിച്ചു, കുറേ ടെസ്റ്റ് ചെയ്തു തന്നെ. അതിനുശേഷമാണ് അന്നൊരു ചെറിയ പയ്യനെ കൊണ്ടുവന്നിരുന്നത് കഴുത്തിലെ സെർവൈക്കൽ ലിംഫ് നോഡ്സിൻ്റെ FNA എടുക്കാനായിട്ട്. അപ്പോൾ സാറ് കാണിച്ചു തന്നു എങ്ങനെ FNA എടുക്കുന്നത് കാണിച്ചു തന്നു. സി ഗോ ആൻഡ് ഡു ദിസ് ടെക്നിക് ഇൻ ഡോഗ്സ്. അങ്ങനെയാണ് ഞാൻ പോയിട്ട് ചെയ്യുന്നത്. കണ്ട മുഴകൾക്കെല്ലാം ഞാനത് FNA എടുക്കാൻ തുടങ്ങി. സാറിന് FNA എടുക്കും, സ്മിയർ ചെയ്യും, സാറിൻ്റെ കൊണ്ടുപോകും, സാറ് സ്റ്റെയിൻ ചെയ്തിട്ട് സാറത് പറഞ്ഞു തരും എന്താണെന്ന്. ഒരു 500ഓളം കേസുകളാണ് ഞാൻ നോക്കുക. അപ്പോൾ അപ്പോഴത്തേക്കാണ് എന്തെല്ലാം ക്യാൻസേഴ്സ് ഞാൻ ഡയഗ്നോസ് ചെയ്തത്. പ്രത്യേകിച്ച് ബ്ലഡ് ക്യാൻസേഴ്സ്, ഒരുപാട് ബ്ലഡ് ക്യാൻസേഴ്സ് ഡയഗ്നോസ് ചെയ്ത് കുറേ എണ്ണത്തിന് ചികിത്സ കൊടുക്കാൻ പറ്റി, ചില തരംതിരിക്കാൻ പറ്റി. അറ്റ്ലീസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് പറഞ്ഞു കൊടുക്കാം, സി ദിസ് ഈസ് എ ബ്ലഡ് ക്യാൻസർ ലൈക്ക് ദിസ് ആൻഡ് ദർ ഇസ് നോ ട്രീറ്റ്മെൻറ്റ്. ഇഫ് അറ്റ് ഓൾ യു ഗീവ് എ ട്രീറ്റ്മെൻറ്റ് അതിന് വലിയ ആയുസൊന്നുമില്ല. മേ ബി ഇറ്റ് വിൽ ലീവ് ഫോർ 1 year more. ഇത്രയ്ക്ക് ഇനി പറയാൻ പറ്റും. ഇറ്റ് ഇസ് നോൺ ആസ് പ്രോഗ്നോസിസ്. പ്രോഗ്നോസിസ് പറയാൻ പറ്റും, അതൊക്കെ പറയാൻ പറ്റുമല്ലോ. അപ്പം ഈ വരുന്ന പേരൻറ്റിന് ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പെറ്റിന് കൃത്യമായിട്ട് എന്ത് പറ്റിയെന്നറിയണം. അതാണ് ശരിയാണ്. അതാണ് ഏറ്റവും പ്രധാനം, ഡയഗ്നോസിസ്. വിനോദ് ഡോക്ടർ എന്താ പറയുന്നത്? വാട്ട് ഹാപ്പൻ ടു മൈ പെറ്റ്, അതാദ്യം അറിയട്ടെ. ചികിത്സയുടെ കാര്യം പിന്നെ. അത് ആദ്യം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ എനിക്ക് ഈ ഈ ടെക്നിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അദ്ദേഹം പഠിപ്പിച്ചെന്ന് ആ ടെക്നിക്ക് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഒരുപാട് ഡയഗ്നോസിസ് നടത്താറുണ്ട്, ട്രീറ്റ്മെൻറ്റിനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഹീസ് നോ മോർ, അദ്ദേഹം പോയി. ഇതെല്ലാം എനിക്ക് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം പോയത്. ആ ഒരു ചാപ്റ്റർ എൻഡ് ചെയ്യുമ്പോൾ സാർ പറയുന്നൊരു വാക്കുണ്ട്. അതായത് നമുക്കൊരു രോഗി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ രോഗം നമ്മൾ എങ്ങനെ മാറ്റാമെന്നാണ് നോക്കേണ്ടത്. അതിന് അലോപ്പതിയാണോ ഉപയോഗിക്കുന്നത്, ആയുർവേദമാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരു മൃഗ ഡോക്ടറാണ്, ഞാൻ ഒരിക്കലും ഒരു നമ്മൾ ഹ്യൂമൻസിനെ നോക്കുന്ന ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യില്ല. പക്ഷേ സാർ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് എവിടെയാണോ അറിവ് കിട്ടുന്നത്, എങ്ങനെയാണോ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, സാർ അങ്ങനെ പോയി ആ പുസ്തകത്തിൻ്റെ പല പല ഇൻസിഡൻസ് സാർ പറയുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഐ ഓപ്പണറാണ്. ഞാൻ എപ്പോഴും എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതാണ്. അതായത് ഒരു ഡോക്ടറെ നമുക്ക് മനസ്സിലാക്കണം, ആ ഡോക്ടറെ എങ്ങനെയാണ് നോളജിന് അക്വയർ ചെയ്യുന്നത് നോക്കണം. കാരണം പലതരം മെഡിസിൻസ് പല സ്ഥലത്തു നിന്നുള്ള ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ എക്സ്പെർട്സിനെ പോയി കാണാനും സാറ് കാണണമെന്നില്ല. ശരി, സാറിപ്പോൾ ആ ടോക്ക് കേട്ടു, പക്ഷേ സാർ ഒരു എഫേർട്ട് എടുത്തത് കൊണ്ടാണല്ലോ സാർ അവിടെ പോയി കണ്ടു, ഇത് എനിക്ക് പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ രോഗിനെ കൊണ്ടുപോയി ആ രോഗിയുടെ അസുഖം ഒരു 90% മാറും എന്നാണ് എൻ്റെ അച്ഛൻ പണ്ട് പറഞ്ഞത്. കാരണം അത് നമ്മൾ ഒരാളോട് സംസാരിക്കും പറയാം, അയാളെ അതിനോടുള്ള താല്പര്യം. അപ്പോൾ എനിക്ക് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ആളുകൾ ഉണ്ടല്ലോ ഇപ്പോൾ. സാർ അത് FNA അതെന്ന് വെച്ചാൽ ഇന്ന് വരെ കാണാത്ത ഒരു അസുഖങ്ങൾ സാർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് അതിൽ പറയുന്നത്. ഇതുവരെ കേരളത്തിൽ അങ്ങനെ നായ്ക്കൾക്കോ മൃഗങ്ങൾക്കോ ഉണ്ടോയെന്ന് പോലും ആൾക്കും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനത്തെ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് അതെല്ലാം ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ജിറാഫ് തല ഞാൻ മുടിയിൽ കാറ്റടിക്കുന്നത് തോന്നി. മുകളിൽ നോക്കുമ്പോഴാണ് തല മുകളിൽ നിൽക്കുന്നത്. ഇപ്പോൾ തൊട്ട് പുറത്ത് തന്നെ തലയിൽ എൻ്റെ മുടിയിൽ പിടുത്തം ഇട്ട് മുടി പിടിച്ച് മുകളിലേക്ക് വലിച്ച് കടിച്ച് വലിച്ച് ഭയങ്കര വേദന ഉണ്ട്. അതൊന്ന് ആഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്കാൽപ്പെല്ലാം കൊണ്ട് പറഞ്ഞു പോകും. അപ്പോൾ ഉടനെ സൂ കീപ്പേഴ്സ് പറഞ്ഞ്, സാറേ അവൻ ആൾ പെശകാണ് സാറേ, അവൻ പേസ്റ്റ് ആയിക്കളയും, കർമ്മം ചെയ്യാൻ പോലും ബാക്കി കിട്ടില്ല. ഞാൻ കുഴിക്കകത്തോട്ട് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് അവൻ ഓടി വന്ന് ഏണി ഇടിച്ച് തെറിപ്പിച്ച്. ഞാൻ വിചാരിച്ചു ഞാൻ അതിൻ്റെ ഇറങ്ങിന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ട് ബാക്കിലോട്ട് നോക്കുകയാണ്, ഞാൻ അകത്ത് വീണമെന്ന്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സ്വീകരണമുറി കയറിയപ്പോൾ തന്നെ അത്രയ്ക്ക് ഒരു നല്ല മണമൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ഇരിക്കാൻ തുടങ്ങുമ്പോൾ നോക്കിയപ്പോൾ തൊട്ടപ്പോൾ ഒരു സെറ്റിയുടെ മുകളിൽ ഒരു ലെപ്പേർഡ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പേടിച്ചു പോയി.